ദാസും ജിബിൻ കുടുംബം, എല്ലാ ഭക്തന്മാർ ഭക്തമതികളേവർക്കും യേശുക്രിസ്തുവിലുള്ള വന്ദനം. ലൈവിൽ വിദൂരങ്ങളിൽ വീക്ഷിക്കുന്ന പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിലുള്ള വന്ദനം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്നത് എഫെസ് ലേഖനം 5-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള വാക്യത്തിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ടവരോട് സംസാരിക്കാനാണ്. എഫെസ് ലേഖനം 5-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കാം. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവീൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ. വീഞ്ഞു കുടിച്ചു മത്തരാകരുതേ, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവൻ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊള്ളുവീൻ. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പി. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹീതമായ വേദഭാഗമാണ് നമ്മൾ വായിച്ചത്. എഫെസ് ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 20 വരെയുള്ള വേദഭാഗങ്ങൾ. എഫെസ് ലേഖനം വളരെ തീവ്രമായ ചിന്തകളാൽ സമ്പന്നമാണ്. ഞാൻ കരിസ്മ ക്രൂസൈഡിൽ ശുശ്രൂഷിച്ച സമയത്ത് എഫെസ് ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യത്തെ ഉദ്ധരിച്ച് ശുശ്രൂഷിച്ച സമയത്ത് എഫെസ് ലേഖനത്തിൻ്റെ പശ്ചാത്തല വിവരണം ഞാൻ നൽകിയതാണ്. ഓർക്കുക, എഫെസ് ലേഖനം പുതിയ നിയമ ചരിത്രത്തിൽ പൗലോസിനാൽ രചിക്കപ്പെടുന്ന എഫെസ് ലേഖനത്തിലെ ഏറ്റവും ശക്തമായ ചിന്ത ക്രിസ്തഭാവിജ്ഞാനീയം സഭയോട് ബന്ധപ്പെട്ടാണ്. 6 അധ്യായങ്ങളിൽ സഭയുടെ 6 പേരുകളെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഭ ശരീരമാണ്, സഭ മന്ദിരമാണ്, സഭ മർമ്മമാണ്, സഭ പുതിയ സൃഷ്ടിയാണ്, സഭ മണവാട്ടിയാണ്, സഭ പോരാളിയാണ്. അങ്ങനെ 6 നിലകളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന എഫെസ് ലേഖനം. ഈ ലേഖനം എഫെസോസ് സഭയ്ക്ക് ലഭ്യമായിട്ട് ഏകദേശം 34 വർഷം കഴിയുമ്പോൾ ഈ സഭ ആത്മീയ ജീവിതത്തിൽ താളം തെറ്റി തകർന്നു എന്ന് വെളിപ്പാടിൽ നിന്ന് മനസ്സിലാക്കാം. അങ്ങനൊരു വലിയ അപകടത്തിലേക്ക് ദൈവസഭ വീഴുന്നതിന് മുൻപ് ഭക്തൻ എഴുതി കൊടുക്കുന്ന തീവ്രമായ സന്ദേശമാണ് എഫെസ് ലേഖനം. ഈ ലേഖനം നമ്മൾ മനസ്സിലാക്കുമ്പോൾ കാലിക പ്രസക്തിയുള്ള ഒരു സന്ദേശമാണ്. കാരണം ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ദൈവസഭ, ദൈവമക്കൾ വളരെ ആഴമായി മനസ്സിലാക്കേണ്ട ശ്രേഷ്ഠമായ ലേഖനങ്ങളിൽ ഒന്നാണ് എഫെസ് ലേഖനം. ഈ ലേഖനത്തെ ഞാൻ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവരോട് വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഇത് ദുഷ്കാലം എന്ന് നമ്മൾ പറയുമ്പോൾ പൊനെറോസ് എന്ന ഒരു ഗ്രീക്ക് പദമാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഇതൊരു സീസൺ, ഒരു കാലഘട്ടത്തെ മുഴുവനും പ്രതിദാനം ചെയ്യുന്ന വാക്കാണ്. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ സീസൺ, ഈ കാലഘട്ടത്തെ നമ്മൾ അറിയണം. വേദപുസ്തക ചരിത്രത്തെ യുഗങ്ങളുടെ പഠനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എല്ലാ യുഗവും അവസാനിക്കാറാകുമ്പോൾ ഒരു മൈനോറിറ്റി ശേഷിക്കാറുണ്ട്, മെജോറിറ്റി തകർന്നു പോകാറുമുണ്ട്. അതുകൊണ്ട് തന്നെ തീവ്രമായ നിലയിൽ ഈ സന്ദേശം നമ്മൾ ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഈ കാലഘട്ടം, ഇതൊരു യുഗം തീരാൻ പോകുകയാണ്. നാം പാർക്കുന്ന യുഗം സഭായുഗമാണ്, കൃപായുഗം. ഈ യുഗം തീരാൻ പോകുകയാണ്. ഇതിന് മുൻപ് ന്യായപ്രമാണ യുഗമായിരുന്നു. ആ യുഗം തീരാറായപ്പോഴാണ് ഇരുണ്ട കാലഘട്ടം, 400 വർഷക്കാലത്തെ ഇരുണ്ട കാലഘട്ടം ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ പുതിയ നിയമസഭ നാം പറയുന്ന ഈ കൃപായുഗം ഇത് തീരാറാകുമ്പോൾ അന്ത്യകാലം എന്ന് വേദപുസ്തകം പറയുന്നു. അപ്പോൾ ഈ യുഗം തീരാറായ ഈ സീസണെ പൗലോസിൻ്റെ ഭാഷയിൽ ആ കാലഘട്ടത്തെ പ്രതിപാദിച്ചിരിക്കുന്ന ചില പദങ്ങൾ ചിന്തനീയമാണ്. ഗലാത്യ സഭയ്ക്ക് എഴുതി കൊടുക്കുമ്പോൾ പൗലോസ് 1:3 പറയുന്നു, ഇപ്പോഴത്തെ ദുഷ്ടലോകമെന്നാണ്. ഈ കാലഘട്ടത്തെ, ഈ കൃപായുഗത്തിൻ്റെ അന്ത്യത്തെ പൗലോസ് പറയുന്നു ദുഷ്ടലോകമെന്ന്. ഈ വാക്ക് പൗലോസ് ഉപയോഗിച്ചതുകൊണ്ട് ഇന്നത്തെ വാർത്താമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്ന, അറിയുന്ന സംഭവങ്ങളും വാർത്തകളുമൊക്കെ ആ അർത്ഥം നന്നായി ചേരുമെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. ദുഷ്ടലോകമെന്നാണ്. വീണ്ടും തിരുവെഴുത്തിൽ വായിക്കുമ്പോൾ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ പത്രോസിൻ്റെ പ്രസംഗവും ഫിലിപ്പിയ ലേഖനം 2:14 പൗലോസിൻ്റെ സന്ദേശത്തിലും വക്രതയും കോട്ടവുമുള്ള തലമുറയെന്ന് പറയുന്നു. അതിൽ നിന്നും വീണ്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാലഘട്ടത്തിൽ ജനതതികളുടെ സ്വഭാവ വൈകല്യം എത്രത്തോളം
ക്രമീകരണമില്ലാത്തതാണെന്ന്. വീണ്ടും പൗലോസിൻ്റെ തിമോത്തിയോസിന് എഴുതുന്ന ലേഖനത്തിൽ പറയുന്നു, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. അപ്പോൾ ഈ വാക്കുകളിലൂടെ ഭക്തനിത് വ്യക്തമായി രേഖപ്പെടുത്തുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, നാം പാർക്കുന്ന കാലത്തെക്കുറിച്ച് നമുക്കൊരു ബോധമുണ്ടാകണം. ഈ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ ബോധമെന്ന് പറയുന്നത് നവമാധ്യമങ്ങളെക്കുറിച്ചുള്ള ബോധമല്ല, കാലത്തെക്കുറിച്ചുള്ള ബോധമാണ്, കാലഘട്ടത്തെക്കുറിച്ചുള്ള ബോധമാണ്. ഇന്നത്തെ കാലഘട്ടത്തെ തിരിച്ചറിഞ്ഞു വേണം ദൈവമക്കളുടെ പ്രാർത്ഥനകൾ ഉണരാൻ, പ്രാർത്ഥനകൾ ഉയരാൻ. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ സാത്താൻ്റെ തന്ത്രങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. അതിൽ പാപത്തെ ജയിക്കുക എന്നതാണ് ഞാൻ ആരംഭത്തിൽ പറഞ്ഞത്. രണ്ടാമതായി ഞാൻ പറഞ്ഞ് തുടങ്ങി വെച്ചത് വിശ്വാസത്തിന് വേണ്ടി പോരാടുക എന്നതാണ്. അത് വളരെ ഗൗരവമായതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവസഭ മനസ്സിലാക്കേണ്ട ഏറ്റവും തീവ്രമായ ഒരു സന്ദേശമാണ്. കാരണം പൗലോസിൻ്റെ ഈ കഴിഞ്ഞ കരിസ്മ ക്രൂസേഡിൻ്റെ തീം നിങ്ങൾ വായിച്ചുകൊണ്ടിരുന്ന ഭാഗത്ത് തന്നെ എഴുതി, അത് വിട്ടുവിടുക എന്ന ഗൗരവമായ സന്ദേശം. അത് ദ്രവ്യാഗ്രഹമാണ്, ധനവാന്മാരാകാനുള്ള ആഗ്രഹമാണ്. പൗലോസ് അത് കൃത്യമായി രേഖപ്പെടുത്തി തിമോത്തിയോസിന് പറഞ്ഞു കൊടുക്കുന്നത്, ധനവാന്മാരാകാൻ നിങ്ങൾ ആഗ്രഹിക്കരുത്. ധനവാന്മാരാകാൻ ആഗ്രഹിക്കുന്നവൻ പരീക്ഷയിലും കെണിയിലും അകപ്പെട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി മാറുന്നു. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ സാത്താൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ തന്ത്രം മനുഷ്യന് തിരിച്ചറിവില്ലാത്ത ഭാഗമാണ്. പാപമാണെന്ന് ബോധ്യം തരാത്ത മേഖലകളിലൂടെ ഇന്നിൻ്റെ ആത്മീയതകളെ കടന്നു പിടിച്ച് ദൈവസഭയുടെ താളം തെറ്റിക്കാൻ സാത്താൻ ശ്രമിക്കുമ്പോൾ ദൈവമക്കൾ കാലഘട്ടത്തെ തിരിച്ചറിയണം. അതായത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം നമ്മളുടെ അകത്തേക്ക് വരാൻ സാധ്യതയുള്ളത്, സാത്താൻ അറിയാം, ഒരു ആത്മീയ നിത്യതയ്ക്ക് ലാക്കാക്കി കുതിക്കുന്നവൻ്റെ ലക്ഷ്യം തെറ്റിക്കണമെങ്കിൽ ഭൗതികതയും ലോകത്തിലുള്ളതും മാത്രം പറഞ്ഞാൽ മതി, അവൻ്റെ ലക്ഷ്യം തെറ്റിപ്പോകും. അതല്ലേ ഒരു ട്രാക്കിലൂടെ നന്നായി വേഗതയിൽ ഓടിക്കുന്ന വാഹനം അപകടത്തിൽപ്പെടുത്താൻ എതിരെ വാഹനമൊന്നും വരില്ല. പക്ഷേ ആ വാഹനത്തെ അപകടപ്പെടുത്തണമെങ്കിൽ ഇരുവശങ്ങളിലേക്കുള്ള ശ്രദ്ധയിലേക്ക് ആ ഓടിക്കുന്ന ആളുടെ ശ്രദ്ധ എത്തിക്കഴിയുമ്പോൾ എപ്പോൾ എങ്ങനെ മുൻപോട്ട് പോകണമെന്ന് പ്രതീക്ഷയൊക്കെ കൈമോശം വരും. അത് ട്രാക്ക് മാറാം, അത് ഇടിച്ച് അപകടത്തിൽപ്പെടാം. ക്രിസ്തീയ ജീവിതത്തിൽ ഇന്നിൻ്റെ സാത്താൻ്റെ കുടില തന്ത്രത്തിലൊന്നാണ് ഭൗതികതയുടെ അതിപ്രസരം. ആത്മീയതയിലേക്ക് കടത്തിവിട്ടുകൊണ്ട് ദൈവസഭയെ ഉന്മൂലനം ചെയ്യാനുള്ള സാത്താൻ്റെ കുതന്ത്രങ്ങൾ. അതുകൊണ്ട് തന്നെ നിത്യതയുടെ ചുവട് പിടിച്ചിറങ്ങിത്തിരിച്ച ആത്മീയർ അതീവ ഗൗരവമായി മനസ്സിലാക്കേണ്ടത്, നമ്മൾ വിട്ടുപോകുന്നത് അകത്തേക്ക് കയറ്റിവിട്ട് ഇന്നത്തെ ആത്മീക മേഖലയെ തകർത്തുകൊണ്ടിരിക്കുക. എന്താണ് വിട്ടുപോകുന്നത്? ഞാനതിന് എബ്രായ ലേഖനം 11:15 വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൗലോസിൻ്റെ ശക്തമായ ഒരു പ്രതിപാദന വിഷയമാണ്. കർത്താവിൻ്റെ ശിഷ്യഗണങ്ങൾ, എബ്രായ വിശ്വാസികൾ, അവരിറങ്ങിത്തിരിച്ച കാലഘട്ടത്തിൽ അവർക്ക് സംഭവിച്ച ഏറ്റവും വലിയ അപകടത്തിൽപ്പെട്ട ഒന്നാണ്, അവർ വിശ്വാസത്യാഗികളായി. വിശ്വാസത്യാഗികളാകാനുള്ള കാരണം എന്താണെന്ന് അവിടെ രേഖപ്പെടുത്തുന്ന വാക്ക് നിങ്ങൾ മനസ്സിലാക്കണം. ആ വാക്ക് ഇവിടെ ഇങ്ങനെ പറയുന്നു, അവർ വിട്ടുപോകുന്നതിനെ ഓർത്തു എങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടാകുമായിരുന്നുവല്ലോ. വിട്ടുപോകുന്നതിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട്. എന്താണ് വേണ്ടെന്ന് പറഞ്ഞത്, എന്താണ് വേണ്ടെന്ന് പാടിയത്, എന്താണ് ഒഴിവാക്കിയത്, ഏതിൽ നിന്നാണ് നിങ്ങൾ വിടുവിക്കപ്പെട്ടത്, അതിലേക്ക് നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട്. 2 പത്രോസ് 2:20 വാക്യം ഇങ്ങനെയാണ്, നമ്മുടെ ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവർ വീണ്ടും അതിൽ കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ മുൻപിലത്തെ സ്ഥിതി ഒടുവിലത്തെ സ്ഥിതി മുൻപിലത്തേതിനേക്കാൾ അധികം വഷളായി പോകും. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചോ. യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവർ. ഇവിടെയാണ് ഗൗരവമായ കാര്യം. ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയത് എങ്ങനെയാണെന്നറിയാമോ? ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയത് യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താലാണ്. യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം ഒരുവൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവൻ ലോകത്തിൻ്റെ മാലിന്യത്തോട് വിട പറയുകയാണ്. പിന്നീട് അവൻ ലോകത്തെ അല്ല ശ്രദ്ധിക്കുന്നത്, ലോകത്തിൻ്റെ മാലിന്യമല്ല ശ്രദ്ധിക്കുന്നത്. പിന്നെ അവനിലേക്ക് തിരയിളകുന്നത് ഭൗതികമല്ല, ഇവിടെ
എന്ത് കിട്ടുമെന്നല്ല, ഇതാണ് നാം അറിയേണ്ടത്. ഇത് ഇന്നിൻ്റെ ഒരു അപകടമാണ്. സാത്താൻ ദൈവസഭയുടെ അകത്ത് കൊണ്ടുവരുന്നൊരു കുതന്ത്രം ഇവിടെയാണ്. സാത്താൻ ഇന്നിൻ്റെ മാലിന്യമകത്ത് കയറ്റുക. എന്നാൽ ദൈവസഭയെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് ഭാവികാലമോർത്ത് പുഞ്ചിരിയിടുന്ന ദൈവസഭ. കർത്താവ് നമുക്ക് വിചാരപ്പെടാൻ വെച്ച ബൗണ്ടറി ഉണ്ട്, ചിന്തിക്കാൻ വെച്ച ബൗണ്ടറി ഉണ്ട്. കർത്താവ് ചിന്തിക്കണമെന്ന് പറയുന്നത് എന്താണ്? ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഒരാത്മികന്റെ ചിന്തയിൽ വരേണ്ടത് ഉയരത്തിലുള്ളത് മാത്രമാണ്. ഭൗതികത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട, ഭൗമികതയെക്കുറിച്ച് ചിന്തിക്കേണ്ട. എന്നാൽ ഇന്നിൻ്റെ പൈശാചികതയെ നിങ്ങൾ മനസ്സിലാക്കണം. ഏറ്റവും കൂടുതൽ ദൈവസഭയുടെ അകത്തളത്തിലേക്ക് ഭൗതികതയുടെ തിരതള്ളൽ കയറ്റി വിട്ടുകൊണ്ട് ആത്മികതയെന്ന് വീഴിക്കുകയാണ്. നമ്മൾ ഒന്നുകൂടെ മനസ്സിലാക്കുമ്പോൾ ലവോദിക്ക സഭാ കാലഘട്ടം, ലവോദിക്ക സഭയ്ക്ക് സംഭവിക്കുന്ന അപകടം, അത് വെളിപ്പാട് 3:17 പറയുന്നു. നീ സമ്പന്നൻ, ഞാൻ സമ്പന്നൻ, ഞാൻ ധനവാൻ, എനിക്കൊന്നിനും മുട്ടില്ലെന്ന് നീ പറഞ്ഞുകൊണ്ട് ദരിദ്രൻ, നഗ്നൻ, കുരുടൻ, അരിഷ്ടൻ, നിർഭാഗ്യനെന്ന് നീ അറിയാതിരിക്കയാൽ. ശ്രദ്ധിച്ചോ വാക്കിൻ്റെ അർത്ഥം? സമ്പത്ത് തരുന്നു, നമുക്ക് ഉന്നതമായ സ്ഥാനമാനങ്ങൾ തരുന്നു, ഭൗതികത തരുന്നു. പക്ഷെ നഷ്ടപ്പെടുന്നത് 5 കാര്യമാണ്. അത് നമ്മൾ മറന്നു പോകരുത്. ഇന്നത്തെ ഏറ്റവും വലിയ അപകടം അതാണ്. ഭൗതിക കീറും കൂടുന്നു, സാമ്പത്തികം വർദ്ധിക്കുന്നു, നമുക്ക് ഭൗതികമായ അനുഗ്രഹം കിട്ടുന്നു. നമ്മൾ ആരോട് ചോദിച്ചാൽ എല്ലാവരും പറയും എന്നെ മാനിച്ചു. എങ്ങനെ മാനിച്ചു? എനിക്ക് ജോലിയായി. എന്നെ മാനിച്ചു, മക്കളൊക്കെ വിദേശത്തായി. എന്നെ മാനിച്ചു, എനിക്ക് നല്ല സമ്പത്തായി. പക്ഷേ ആത്മീയമോ? ഭൗതികതയുടെ കണക്ക് നിരത്തി അനുഗ്രഹമാണെന്ന് ഉറക്കെ പറയുമ്പോൾ ഇന്നത്തെ ആത്മികർ മറക്കരുത്, ഭൗതികം നിന്റെ മുൻപിൽ വെച്ച് നീട്ടിട്ട് നിന്റെ മേലുള്ള ദൈവകൃപയെ ചൂഷണം ചെയ്യുന്ന, നിന്റെ മേൽ വെളിപ്പെടേണ്ട അഭിഷേകത്തെ ചൂഷണം ചെയ്യുന്ന, നിന്റെ മേൽ വെളിപ്പെടേണ്ട ദൈവപ്രവൃത്തിയെ ചൂഷണം ചെയ്യുന്ന പൈശാചികതയ്ക്കെതിരെ ഇന്ന് പകൽ ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ പിശാചിന്റെ പദ്ധതിയെ താളം തെറ്റിക്കുന്ന, സാത്താന്റെ പദ്ധതികളെ പൊളിച്ചെടുക്കുന്ന ഒരു ദൈവകൃപയുടെ ജ്വലനത്തോടെ ഒരു കൂട്ടം പുതുസഭ പുറത്തു വരണം, ഒരു കൂട്ടം ആത്മീയർ പുറത്തു വരണം. ഇന്ന് പകൽ ആത്മാവ് ഇടപെടുന്ന ദൂത് അതാണ്. സാമ്പത്തികത്തിൽ കുടുങ്ങാത്ത, ഭൗതികത്തിൽ വീണുപോകാത്ത, ലോകത്തിന്റെ സുഖങ്ങളിൽ പെട്ടുഴലാത്ത, നിത്യതയുടെ ഘനമേറിയ വെളിപ്പാട് അകത്ത് താലൊലിക്കുന്ന ഒരു പുതിയ തലമുറ ഇവിടെ പുറത്തു വരണം. അവരിലൂടെയാണ് അന്ത്യകാലത്തിന്റെ ഉണർവ് വെളിപ്പെടാൻ പോകുന്നത്. അവരിലൂടെയാണ് അന്ത്യകാലഘട്ടത്തിന്റെ ഉണർവ് വെളിപ്പെടാൻ പോകുന്നത്. ഓരോ വ്യക്തിയും കാലത്തെ വിവേചിച്ചിരിക്കണം. കാലത്തെ വിവേചിക്കണമെന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തെ നാം വിവേചിച്ചിരിക്കണം. വളരെ അപകടകരമാണ്. അപകടകരമെന്ന് പറയുമ്പോൾ ദൈവമക്കൾ അറിയേണ്ട ഏറ്റവും നിർണായകമായ കാര്യം അതാണ്. ആ ഭൗതികതയുടെ അതിപ്രസരം ആത്മിക കൂട്ടായ്മകളിലും ദൈവജനത്തിലേക്കും കുത്തി നിറച്ചിട്ട് ദൈവത്തെ നകറ്റിക്കളയാനുള്ള പൈശാചികത. സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് ദൈവം ഭൗതികം തരില്ലെന്നൊന്നും അല്ല ഞാൻ ഈ പറഞ്ഞത്. നിങ്ങളുടെ അകത്ത് ഇത് കയറരുത്. നിങ്ങളുടെ അകത്ത് ഭൗതികമാകരുത് മാനദണ്ഡം. നിങ്ങൾ ഭൗതികത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാകരുത്. നിങ്ങളുടെ അകത്ത് ഭൗതികത്തിന് വേണ്ടി ആഗ്രഹിച്ചാൽ അപകടപ്പെടും. കാരണം കർത്താവിൽ ഉപയോഗിക്കപ്പെടേണ്ടവരെയൊക്കെ തകർത്തത് ഭൗതികമാണ്. പണത്തിൽ വീണവരാരും പിന്നെ പൊങ്ങിയിട്ടില്ല. അതാണ് നമ്മൾ അറിയേണ്ടത്. ദ്രവ്യാഗ്രഹത്തിൽ വീണവരാരും ഒരവസരം പോലും ലഭ്യമാകാതെ തകർന്നുപോയി എന്ന് വേദപുസ്തകം പറയുമ്പോൾ വളരെ ഗൗരവമായി ഭൗതികതയെ സെക്കൻഡറിയാക്കി ഒന്നാം സ്ഥാനം മുൻപേ അവൻ്റെ രാജ്യവും നീതിയും ദൈവിക പദ്ധതിയും ദൈവിക വേലയിലും എങ്ങനെ ശോഭിക്കാമെന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞയോടെ ഓരോ ആത്മീയരും മുൻപോട്ട് കടന്നു വരണം. കാലത്തെ വിവേചിച്ചിരിക്കണം. ഈ കാലഘട്ടത്തെക്കുറിച്ച് അതീവ ഗൗരവമായൊരു ബോധ്യം ഓരോ ദൈവമക്കൾക്കും ഉണ്ടാകണം. ഈ കാലഘട്ടത്തെക്കുറിച്ചുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് പൗലോസ് എഫെസോസ് സഭയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു, സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഏതൊക്കെ കാര്യത്തിലാണ് സമയം തക്കത്തിൽ ഉപയോഗിക്കേണ്ടത്? ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സമയം നമ്മൾ നഷ്ടപ്പെടുത്താതെ തക്കത്തിൽ ഉപയോഗിക്കാൻ പോകുകയാണ്. ഏത് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ സമയം ഉപയോഗിക്കേണ്ടത്? നമുക്ക് മനസ്സിലാക്കാം. വേഗത്തിൽ തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. എഫെസ്യ ലേഖനം 5:15 ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചാട്ടെ. എഫെസ്യർ 5:15 ഒന്നാമത്
ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ. അപ്പൊ ഇവിടെ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. എന്തിനു വേണ്ടി? ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്ക് കണ്ടോ? ജ്ഞാനികളായിട്ട് നടക്കണം. ആകയാൽ ബ്രിഡ്ജ് വേർഡ് ഉപയോഗിക്കുകയാണ്. ആകയാൽ ജ്ഞാനികളായിട്ട് നടക്കണം. ജ്ഞാനികളായിട്ട് നടക്കണമെന്നത് വേദപുസ്തകത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ കർത്താവ് ജ്ഞാനവും ജ്ഞാനികളായിട്ട് നടക്കാനും പറഞ്ഞിരിക്കുന്നത് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പാമ്പിനെ പോലെ നിങ്ങൾ ബുദ്ധിയുള്ളവരാകണം. തക്ക സമയത്ത് ഭക്ഷണം കൊടുക്കുന്ന ബുദ്ധിയുള്ള മനുഷ്യനോട് നിങ്ങൾ സമനാകണം. കർത്താവ് വീണ്ടും പറഞ്ഞ പദങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ വളരെ രസകരമായതാണ്. അനീതിയുള്ള മാമോനെ കൊണ്ട് സ്നേഹിതനെ ഉണ്ടാക്കുന്ന ബുദ്ധിയുള്ള മനുഷ്യൻ. വീണ്ടും കർത്താവ് പറഞ്ഞു, വിളക്കോടുകൂടി എണ്ണ കരുതുന്ന ബുദ്ധിയുള്ള കന്യകമാർ. ഒരാത്മീയൻ ബുദ്ധിയുള്ളവനാകണം, ജ്ഞാനമുള്ളവനാകണം. ഈ 4 ഭാഗം പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം എങ്ങനെ ജ്ഞാനികളാകണം. അതിൽ ഗൗരവമായ കാര്യമാണ്. പാമ്പിനെ പോലെ ജ്ഞാനമുള്ളവരാകണം. പാമ്പിനെ പോലെ ജ്ഞാനമുള്ളവരെന്ന് പറയുമ്പോൾ ഈ ലോകത്തിലെ ജീവജാലങ്ങളിൽ വെച്ച് കൗശലമേറിയത് പാമ്പാണ്. അപ്പോൾ ഒരു ആത്മീയന്റെ ജ്ഞാനത്തിന്റെ റേഞ്ച് എത്ര വലുതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കർത്താവ് ആഗ്രഹിക്കുന്നത് പാമ്പ് സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള നിർമ്മല മനസ്സാക്ഷിയും ഭക്തിയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പൗലോസ് പറയണമെങ്കിൽ കർത്താവ് പറഞ്ഞ വാക്കിന്റെ തീവ്രത കണ്ടോ? നിങ്ങൾ എത്രത്തോളം ജ്ഞാനത്തോടെ നടക്കണം. ഈ ജ്ഞാനത്തെ നമ്മൾ വിവേചിച്ച് മനസ്സിലാക്കുക. ഏത് കാര്യമാണ്? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ജ്ഞാനത്തോടെ നടക്കണം. എവിടെ, എന്തിന്, എന്തുകൊണ്ട് നമ്മൾ ജ്ഞാനത്തോടെ നടക്കണമെന്ന് ഇവിടെ പറയുന്നു. ഇതിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇവിടെ ഈ 15-ാം വാക്യത്തിൽ ആകയാൽ എന്ന പദം പറയുമ്പോൾ നമ്മൾ ഈ ബ്രിഡ്ജ് വേർഡിൽ വായിക്കുന്ന വാക്യങ്ങൾ ഒരിക്കലും ഒരു തുടക്കമല്ല, തുടർച്ചയാണ്. അപ്പോൾ ഇവിടെ ആകയാൽ എന്ന പദം വന്നെങ്കിൽ ഇതിനൊരു തുടർച്ചയുണ്ട്. ഇതിന് തൊട്ടുമേളിൽ ഒരു ബ്രിഡ്ജ് വീട് വീണ്ടുമുണ്ട്. അത് 5-ന്റെ 1-ലാണ്. അവിടെയും പറയുന്ന ആകയാൽ. കേട്ടോ, അവിടെയും ഈ ആശയം തീരുന്നില്ല. ആകയാൽ ദൈവത്തെ അനുകരിപ്പീൻ. കണ്ടോ ആ വിഷയം കണ്ടോ? ജ്ഞാനത്തോടെ നടക്കാൻ ഇവിടെ ഉപദേശിക്കുന്നതിന് മുൻപ് തൊട്ടു മുൻപ് പറഞ്ഞത് ആകയാൽ എന്താണ്? ദൈവത്തെ അനുകരിപ്പീൻ. ഇനി അവിടെയും ആ വിഷയം തീരുന്നില്ല, തുടർച്ചയാണ്. ബ്രിഡ്ജ് വീട് തുടർച്ചയെ കാണിക്കുന്നെങ്കിൽ തുടർച്ചയാണ്. വീണ്ടും ഇതെവിടെയാ കാണുന്നതെന്ന് വീണ്ടും നോക്കിയ 4-ന്റെ 25-ലുണ്ട്. ആകയാൽ ഭോഷ്കുപേക്ഷിച്ച് ഓരോരുത്തനോടൊരുത്തൻ സത്യം സംസാരിക്കണം. കണ്ടോ, അവിടെയും ആകയാൽ. അതിൻ്റെ അർത്ഥം 5-ന്റെ 15 കാണുന്ന ആകയാൽ എന്ന പദത്തിന്റെ ആശയത്തിന്റെ തുടർച്ച 5-ന്റെ 1-ലുണ്ട്, 4-ന്റെ 25-ലുണ്ട്. ഇനി 4-ന്റെ 17-ലും കാണുന്നൊരു വാക്കുണ്ട്. ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്ന പോലെ നിങ്ങൾ ഇനി നടക്കരുത്. അപ്പോൾ ശ്രദ്ധിച്ചോളൂ പ്രിയപ്പെട്ടവരെ, ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന 3 പാരഗ്രാഫുകൾ തുടങ്ങുമ്പോഴും ആകയാൽ ദൈവത്തെ അനുകരിപ്പീൻ, അതിനു മുൻപ് ആകയാൽ സത്യം സംസാരിപ്പീൻ, ആകയാൽ നിങ്ങൾ ഇനി ജാതികളെ പോലെ നടക്കരുത്. ഇവിടെ വരുമ്പോൾ ഇനി അടുത്ത ഒരു വാക്ക്, ഈ ആശയം എവിടെ നിന്നും തുടങ്ങുമെന്ന് ചോദിച്ചാൽ 4-ന്റെ 1-ലാണ്. കർത്തൃസേവ നിമിത്തം ഞാൻ ബദ്ധനായിരിക്കുന്നു, ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. എന്താണ്? നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ. അപ്പൊ ഇവിടെ ആകയാൽ നിങ്ങൾ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവീൻ. ജ്ഞാനികളായിട്ട് നടക്കാൻ നോക്കാൻ പറഞ്ഞ വിഷയത്തിൻ്റെ തുടക്കം 4-ന്റെ 1-ലാണ്. അവിടെ നിന്ന് നടപ്പ് പറഞ്ഞു വരികയാണ് 4-ന്റെ 1 മുതൽ 5-ന്റെ 16 വരെ. ആ നടപ്പിൻ്റെ 4 ഭാഗമായി പറഞ്ഞു വരികയാണ്. ഒന്നാമത് താൻ പറയുന്നു ജാതികൾ നടക്കുന്ന പോലെ നടക്കരുത്. രണ്ടാമത് പറയുന്നു സത്യം സംസാരിച്ച് നടക്കണം. മൂന്നാമതായി പറയുന്നു ദൈവത്തെ അനുകരിച്ച് നടക്കണം. 4-മത് സൂക്ഷ്മത്തോടെ നടക്കണം. എന്തുകൊണ്ട്? നിങ്ങളെ വിളിച്ച വിളിക്കൊത്തവണ്ണം. പിടികിട്ടിയോ? എന്തുകൊണ്ട് നിങ്ങളിങ്ങനെ നടക്കണമെന്ന് പറഞ്ഞു? നിങ്ങളെ വിളിച്ച വിളി നിങ്ങൾ അറിയണം, അതിനൊത്താണ് നടക്കേണ്ടത്. അപ്പോൾ ഓരോ ദൈവമക്കളും മനസ്സിലാക്കേണ്ടത്, ഈ ദുഷ്കാലത്തിൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളെ വിളിച്ച വിളി എന്തിനു വേണ്ടിയാണ്?
സ്തോത്രം. ഇന്ന് നാം തീവ്രമായി മനസ്സിലാക്കേണ്ടത് എന്തിനു വേണ്ടിയാ ദൈവം നിന്നെ വിളിച്ചത്, എന്താണ് നിന്റെ മേലുള്ള വിളിയുടെ ഉദ്ദേശം. 3 വാക്കുകൾ കൊണ്ട് ആ വിളിയെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത് കർത്താവ് പറയുന്നു വിശുദ്ധ വിളി കൊണ്ട് അവൻ നമ്മെ വിളിച്ചെന്നാണ്. വീണ്ടും തിരുവെഴുത്തിൽ വായിക്കുന്ന പദം പരമ വിളിയുടെ വിരുദിനായെന്നാണ്. അപ്പോൾ ഹൈ കോളിംഗ് എന്ന് പറയുന്നു. അടുത്തൊരു പദമുണ്ട് സ്വർഗീയ വിളിക്കോഹരിക്കാരായുള്ളവരെ. അപ്പോൾ നമ്മുടെ വിളിയുടെ ആ പ്രത്യേകത 3 പദങ്ങളിലാണ്. ഒന്ന്, നാം വിശുദ്ധ വിളിയാണ് നമ്മുടെ മേൽ വന്നത്. 2, നമ്മുടെ മേൽ പരമവിളിയാണ്. 3, സ്വർഗീയ വിളിയാണ്. ഈ 3 പദങ്ങൾ തന്നെ ഇന്റർപ്രറ്റ് ചെയ്താൽ നമ്മളതിന്റെ ഗൗരവം മനസ്സിലാകും. വിശുദ്ധ വിളി അർത്ഥമെന്താ? നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. അപ്പൊ ഇവിടെ മനസ്സിലാക്കണം, ആ വിളിയുടെ തുടക്കം എപ്പോഴാ? ലോകസ്ഥാപനത്തിന് മുൻപ്. എന്തിനു വേണ്ടിയാ വിളിച്ചത്? നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരാകാൻ, നിഷ്കളങ്കരാകാൻ. ആ വിളിയുടെ ആഴം നമ്മുടെ അകത്തേക്ക് പ്രവേശിക്കണം. ആര് വിളിച്ചു? വിശുദ്ധ വിളിയാണ്. ആ വിശുദ്ധ വിളി വിശുദ്ധരാകാനുള്ള വിളിയാണ്. എപ്പോഴായി വിളി സംഭവിച്ചത്? ലോകസ്ഥാപനത്തിന് മുൻപാണ്. ലോകസ്ഥാപനത്തിന് മുൻപ് എന്നവിടെ എഴുതപ്പെടുന്ന പദത്തിന്റെ അർത്ഥവ്യാപ്തി എന്താണ്? പൂർവകാല നിത്യതയിലുള്ള ദൈവിക വിളിയാണ് വിശുദ്ധരാകാനുള്ള എൻ്റെ മേൽ വെളിപ്പെട്ട വിളി. ലോകസ്ഥാപനത്തിന് മുൻപ് പൂർവകാല നിത്യത, അതായത് വേദപുസ്തകത്തിന്റെ ആദിയും വേദപുസ്തകത്തിന്റെ അന്തവും. വേദപുസ്തകത്തിന്റെ ആരംഭം, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. വേദപുസ്തകത്തിന്റെ ആദി എന്താണ്? ആദി, ആദിക്കൊരു അർത്ഥമുണ്ടെങ്കിൽ പൂർവകാല നിത്യതയാണ്. വെളിപ്പാട് പുസ്തകം കഴിയുമ്പോഴും ഒരു നിത്യതയുണ്ട്, അത് ഭാവികാല നിത്യതയാണ്. പൂർവകാല നിത്യത ആദിയിലാണെങ്കിൽ ആദിയിൽ പിടികിട്ടുന്നുണ്ടോ? പൂർവകാല നിത്യതയിൽ ദൈവം എന്നെ വിളിച്ചു. ഇനി എന്തിനു വേണ്ടി? ഭാവികാല നിത്യതയിലുള്ള അവന്റെ മഹനീയ പദ്ധതിക്ക് വേണ്ടി ഇന്ന് ഞാൻ വിശുദ്ധിയോടെ അവന്റെ സന്നിധിയിൽ ജീവിക്കാൻ. ഇന്ന് പകൽ മനസ്സിലാക്കേണ്ടത്, നിന്നെ വിളിച്ചത് ഏതെങ്കിലും പ്രത്യേക ക്രമീകരണങ്ങൾ ഇവിടെ തരാനല്ല, പകരം വിശുദ്ധിയോടെ അവന്റെ സന്നിധിയിൽ ജീവിക്കാൻ, വിശുദ്ധിയോടെ അവനെ വെളിപ്പെടുത്താൻ, വിശുദ്ധിയോടെ അവന് കാഴ്ചവെക്കാൻ. അവൻ നിന്നെ വിളിച്ചെങ്കിൽ അത് പൂർവകാല നിത്യതയിലെ തേജസ്സേറിയ വിളിയാണ്. വിശുദ്ധ വിളി വിശുദ്ധരാകാനുള്ള വിളിയാണ്. ഞാൻ ആ വാക്കൊന്നുകൂടെ പറയാം, കാരണം വിശുദ്ധരാകാൻ വിശുദ്ധ വിളി പൂർവകാല നിത്യതയിൽ. പൂർവകാല നിത്യതയിലെ ആ വിളിയുടെ ആഴം നാം ഒന്ന് ഗ്രഹിച്ചാൽ നമ്മുടെ അകത്തുണ്ടാകുന്ന ഒരു ആവേശം ദൈവമാരാണെന്നാണ്. കോടാകോടി സൂര്യപ്രഭയെ വെല്ലുന്ന തേജസ് വഹിക്കുന്നവൻ, കോടാകോടി ഗോളങ്ങളെ ചമച്ചവൻ, അതിൽ ചെറിയ ഗോളമായ ഭൂമി, ആ ഭൂമിയിൽ 2 വെള്ളം, 1 കരഭാഗം, അതിൽ ഇന്ത്യയുടെ തെക്കൻ മുനമ്പിൽ പാർക്കുന്ന എന്നെയും നിന്നെയും അവൻ വിളിച്ചു എന്ന് പറയുമ്പോൾ ലോകസ്ഥാപനത്തിന് മുൻപ്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിക്കേ, ലോകസ്ഥാപനത്തിന് മുൻപ് കോടാകോടി ഗോളങ്ങളെ കൃത്യമായി ചമച്ച് അതിനെ നിയന്ത്രിക്കുന്നവൻ നിന്നെ വിളിച്ചെന്ന് പറയുമ്പോൾ നിന്റെ മേലുള്ള അവന്റെ പദ്ധതി, അവന്റെ നിന്റെ മേലുള്ള അവന്റെ ദൈവിക പ്രവൃത്തിയുടെ ആഴം അറിഞ്ഞു വേണം നീ ഇന്ന് ദൈവത്തെ സ്തുതിക്കാൻ. ഒരു ചെറിയ പദ്ധതിക്ക് വേണ്ടിയല്ല അവൻ നിന്നെ വിളിച്ചത്, ഒരു ചെറിയ കാലഘട്ടത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ല അവൻ നിന്നെ വിളിച്ചത്, ഇന്നിന്റെ സുഖത്തിന് വേണ്ടിയല്ല അവൻ നിന്നെ വിളിച്ചത്. വരാൻ പോകുന്ന ദൈവിക പദ്ധതിയുടെ വേദിയിൽ അവന് നിന്നെ വേണം, അതിനു വേണ്ടിയാ വിളിച്ചത്. വരാൻ പോകുന്ന ദൈവിക പദ്ധതിയുടെ മേഖലകളിൽ ദൈവത്തോടൊപ്പം ശോഭിക്കാൻ, ദൈവിക പദ്ധതിയിൽ വിലാസിക്കാൻ, അതിനാ നിന്നെ വിളിച്ചത്. ആ വെളിപ്പാടോടെ വേണം ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കാൻ. സ്തോത്രം. അപ്പം മഹാദൈവത്തിന്റെ തേജസ്സേറിയ പദ്ധതിയാണ് വിശുദ്ധരാകാനുള്ള വിളി. അതിൽ അഭിമാനിച്ചു വേണം ഇവിടെ ആയിരിക്കാൻ. വിശുദ്ധരാകാൻ വിളിച്ചതാണ്. ആ 2ാമത് പദത്തെയാണ്, ആ വിളിയെ ഉദ്ദേശിക്കുന്നു, ഹൈ കോളിംഗ് ആണ്, പരമവിളിയാണ്. സ്തോത്രം. ഹൈ കോളിംഗ്, ഉയരത്തിൽ നിന്നുള്ള വിളിയാണ്, ഉയരത്തിലേക്കുള്ള വിളിയാണ്. എത്ര പേർക്ക് പിടികെടി? ഉയരത്തിൽ നിന്നുള്ള വിളിയാണ്, ഉയരത്തിലേക്കുള്ള വിളിയാ. പിടികിട്ടുന്നുണ്ടോ? ഇന്നിന്റെ സുഖങ്ങൾ തേടിയുള്ള യാത്രയിൽ നിന്ന് നിന്നെ നിത്യതയിലേക്കുള്ളൊരു വിളിയാണ്.
അടുത്തൊരു പദമാണ് സ്വർഗീയ വിളിക്കോഹരിക്കാരായുള്ളവര്, ഹെവൻലി കോളിംഗ്. അവിടെയാണ് ദൈവിക പദ്ധതി നിന്നിലൂടെ വെളിപ്പെടുത്താൻ ദൈവം നിന്നെ വിളിച്ചു. ഈ വിളിയെ നമ്മൾക്കൊന്ന് കൃത്യമായി മനസ്സിലാക്കണം. ഈ വിളിയുടെ ആഴം അറിയണം. ആ വിളിയുടെ ആഴം അറിഞ്ഞിട്ട് ഇന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ചെയ്യണം. ഇന്ന് ഈ പ്രാർത്ഥന കഴിയുമ്പോൾ നമ്മുടെ വിളി അറിഞ്ഞ്, എൻ്റെ നാടൻ ഭാഷ പറഞ്ഞ് കോളറൊക്കെ ഒന്ന് പിടിച്ചിട്ട് നെഞ്ചും പിരിച്ചു വേണം പോകാൻ. എന്നെ വിളിച്ച വിളിയുടെ ആഴം എനിക്കറിയാം. അതറിഞ്ഞു വേണം ഇന്ന് നമ്മൾ വീട്ടിലേക്ക് പോകാൻ. തല കുനിഞ്ഞല്ല, ശിരസ് കുനിച്ചല്ല, ഒരു വലിയ അഭിമാനത്തോടെ. അപ്പോൾ ആ വിളിയുടെ ആഴം എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ 1 തെസ്സലോനിക്ക ലേഖനത്തിൽ 2:11 വാക്യം ഒന്ന് ശ്രദ്ധിച്ചു വായിക്കണം. തന്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടപ്പാൻ തക്കവണ്ണം, തന്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന്. കണ്ടോ, ഇവിടെ ദൈവം വിളിച്ചത് എന്തിനു വേണ്ടി എന്ന ചോദ്യത്തിനുണ്ട്. രാജ്യത്തിനും മഹത്വത്തിനും വേണ്ടിയാ അവൻ നിന്നെ വിളിച്ചത്. ഈ 3 പദങ്ങൾ കൊണ്ട് പരമവിളി, വിശുദ്ധ വിളി, സ്വർഗീയ വിളി, ഈ വിളിയിലേക്ക് നമ്മൾ ആ വിളി 3ഉം കൂടെ ഒന്ന് ക്രോഡീകരിച്ചിട്ട് എന്തിന് വിളിച്ചു എന്ന ചോദ്യം കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്ന ഒന്നാമത്തെ മറുപടി എന്താണെന്നറിയാമോ? എൻ്റെ രാജ്യത്തിനും എൻ്റെ മഹത്വത്തിനും വേണ്ടി. എത്ര പേർക്ക് പിടികിട്ടി? ദൈവത്തിന്റെ രാജ്യത്തിനും ദൈവത്തിന്റെ മഹത്വത്തിനും വേണ്ടി. അപ്പോൾ ഇവിടെ നിന്നെ വിളിച്ച വിളിയുടെ ആഴമറിയണം. ഒരു ചെറിയ പദ്ധതിക്ക് വേണ്ടിയല്ല, ദൈവത്തിന്റെ രാജ്യത്തിനും ദൈവത്തിന്റെ മഹത്വത്തിനും. വെളിപ്പാട് പുസ്തകം 5:9, 10 കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ അവിടെ നിന്ന് ഒരാശയം കൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. എനിക്ക് പിന്നെ അല്പം നേരം തുടർന്ന് പറയാൻ പറ്റും. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞ്, രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. അടുത്തിരിക്കുന്ന കൈക്ക് പിടിച്ചു പറ, ഞാൻ രാജ്യമാണ്, പുരോഹിതനാണ്. പിടികിട്ടിയോ? ആരാണ്? ഞാൻ രാജ്യമാണ്, ഞാൻ പുരോഹിതനാണ്. ആരുടെ രാജ്യമെന്നറിയാമോ? യേശുവിൻ്റെ രാജ്യമാണ്. ഇവിടെ ഇരിക്കുന്ന നീ അറിയണം, നീ വലിയ പ്രൊട്ടക്ഷൻ ഒന്നും ഈ ലോകത്തിന്റെ Z കാറ്റഗറി പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ലായിരിക്കും. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചോണം, ഞാൻ രാജ്യമാണ്. ഹെവൻലി കോളിംഗ്, പരമവിളി. ആമേൻ. നമ്മെ വിളിച്ച ഹൈ കോളിംഗ്, പരമവിളി, സ്വർഗീയ വിളി, വിശുദ്ധ വിളി, അതിന്റെ ആകത്തുക രാജ്യമാകാനാണ് വിളിച്ചത്. ഞാൻ അവന്റെ രാജ്യമാണ്, ഞാൻ അവന്റെ മഹത്വമാണ്. അതോ അവന്റെ ഗ്ലോറി വെളിപ്പെടുത്തുന്ന പുരോഹിതമോ വർഗമാണ് എന്ന് മകൾ മനസ്സിലാക്കണം. ഞാൻ അവന്റെ രാജ്യമാണ്, ഞാൻ അവന്റെ മഹത്വം ചുമക്കുന്ന പുരോഹിത വർഗമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ 2 ആശയം പെട്ടെന്ന് പറയാം. ഒന്ന്, രാജ്യമാണ്. 2, മഹത്വം ചുമക്കുന്ന പുരോഹിത വർഗമാണ്. അങ്ങനെയെങ്കിൽ ഈ 2 കാര്യം ഞാൻ പെട്ടെന്ന് പറഞ്ഞ് ഈ പകൽ അവസാനിപ്പിക്കാൻ പോകുകയാണ്. അത് വളരെ ശ്രദ്ധയോടിരിക്കുക. ഒന്ന്, ഞാൻ അവന്റെ രാജ്യം എന്ന പദത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, രാജ്യം എന്ന പദം റൂൾ ചെയ്യുകയാണ്, വാഴുകയാണ്, അധികാരത്തെ വെളിപ്പെടുത്തുന്ന ഒരു പ്രത്യേക ഇടമാണ് രാജ്യം എന്നത്. അതിനെ ഒന്നുകൂടെ നമ്മൾ മനസ്സിലാക്കിയാൽ, ദൈവത്തിന്റെ രാജ്യം ഞാനാണെന്ന് പറയുമ്പോൾ ഇതൊരു ചെറിയ പദ്ധതിയാണോ എന്ന ചോദ്യമാണ്. അല്ല, ഇതൊരു ചെറിയ പദ്ധതിയല്ല. അതായത് വേദപുസ്തകത്തിന്റെ പഴക്കം നമ്മൾ ചികഞ്ഞു ചെന്നാൽ അവിടെയും കാണാൻ പറ്റുന്നൊരു പദമുണ്ട്, വാഴുക. ഹൗവ ദമ്പതിമാരെ ചമച്ചാക്കിയിട്ട് അവരുടെ കാതിൽ പറയുന്നു, സകലത്തിന്റെ മേലും വാഴുക. പിടികിട്ടിയോ? വാഴുക എന്ന പദം പറയുമ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് വേണ്ടി വാഴുക, എന്റെ കീഴിൽ വാഴുക. പിടികിട്ടുന്നുണ്ടോ? ദൈവത്തിന്റെ വാഴ്ച എന്ന് പറയുമ്പോൾ ദൈവത്താൽ ഭരിക്കപ്പെടുക, ദൈവത്തിന് വേണ്ടി ഭരിക്കുക. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്താൽ ഭരിക്കപ്പെടുക, ദൈവത്തിന് വേണ്ടി ഭരിക്കുക. ഇതിനെ ഞാൻ
പെട്ടെന്ന് പറഞ്ഞ് ഇതിൻ്റെ ആത്മീയ കാര്യം പറഞ്ഞിട്ട് അക്ഷരീയ കാര്യം പറയാം. അപ്പോഴേക്കും നമുക്ക് ഇതിലൂടെ നമ്മുടെ ചിന്തകളിൽ വെളിച്ചം വീശും. അപ്പോഴേക്കും നമ്മളൊന്ന് നെഞ്ചു വിരിക്കും, നമ്മളൊന്ന് നെഞ്ചു വിരിക്കും. അപ്പോഴേ പിടികിട്ടത്തുള്ളൂ, ഞാനിതുവരെ കരുതിയതൊന്നും അല്ലല്ലോ ഇത്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നാം അവൻ്റെ രാജ്യമെന്ന് പറയുമ്പോൾ ഇവിടെ ഈ ദൈവിക പദ്ധതിയുടെ ഏറ്റവും നിർണായകമായൊരു ഭാഗമാണ് ദൈവത്തിൻ്റെ വാഴ്ച, ദൈവരാജ്യം. അതായത് ദൈവികമായ ഭരണത്തിൽ സമ്പൂർണമായി കീഴ്പ്പെടുക, ദൈവിക നിയന്ത്രണത്തിൽ സമ്പൂർണമായി വിധേയപ്പെടുക. ഇതാണ് ദൈവരാജ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ദൈവത്തിൻ്റെ നിത്യതയിലെ പദ്ധതിയായിരുന്നു. ആ പദ്ധതിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ വാഴ്ച കാത്തുകൊള്ളാതെ വീണുപോയ ദൂതന്മാരെ കുറിച്ചും വീണ പിശാചായി മാറിയ ലൂസിഫറിനെ കുറിച്ചും ഒക്കെ നമുക്കറിയാം. ഏദൻ തോട്ടത്തിൽ ദൈവത്തിൻ്റെ കരത്താൽ മെനയപ്പെട്ട മനുഷ്യൻ വാഴ്ച കാക്കാതെ വീണു. വീഴാൻ കാരണം വീണെന്ന് പറയുന്നതിനേക്കാൾ വീഴ്ത്തി എന്ന് പറയുന്നതാണ് നല്ലത്. കാരണം ആദിയിൽ ഏദനിൽ മാനവനെ വാഴാൻ ദൈവം വിളിച്ചത് കണ്ടപ്പോൾ സാത്താനായ ആ ലൂസിഫറിന് വല്ലാത്ത അസൂയ തോന്നി. കാരണം എന്താണെന്ന് അറിയാമോ? ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയിൽ ഇവനായിരുന്നു പ്രധാനി, നവരത്നങ്ങൾ കൊണ്ട് ചമയ്ക്കപ്പെട്ടവൻ. നഗവർണി, പീതരത്നം, ഗോമേതകം, മാണിക്യം, മരതകം, പുഷ്യരാഗ, സുഗന്ധി രത്നം, ഇങ്ങനെ നവരത്നങ്ങൾ കൊണ്ട് ചമയ്ക്കപ്പെട്ട കെരൂബ്. 6 ചിറകുകൾ ഉണ്ടായിരുന്നവൻ. എന്ന് മറയ്ക്കും 2 വിരിച്ച് 2 മുഖം മൂടി 2 പാദം മൂടി ആരാധിക്കുമ്പോൾ വിവിധ സംഗീത ഉപകരണങ്ങളും വിവിധ സംഗീതങ്ങളും അവന്റെ ചിറകുകളിലൂടെ പുറത്തേക്ക് വന്നിരുന്നു. ദൈവിക ആരാധനയുടെ മുൻനിരയിലായിരുന്നവൻ. സ്വർഗം, സ്വർഗാദി സ്വർഗം, അത്യുന്നത സ്വർഗം. അത്യുന്നത സ്വർഗത്തിൽ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമെങ്കിൽ സ്വർഗാദി സ്വർഗമെന്ന നക്ഷത്രമണ്ഡലത്തിൽ ദൈവിക ആരാധനയുടെ മുൻപിൽ നിന്നവൻ. എന്നാൽ അവന്റെ ഉള്ളിൽ നികളം പ്രവേശിക്കുന്ന മാത്ര അഖിലാണ്ടത്തിന്റെ ഉടമസ്ഥൻ അവനെ വെട്ടി താഴേക്കിട്ടു. അവനെ ഏറ്റവും മനോഹരമായി ചമച്ചവനെ ഏറ്റവും വിരൂപനാക്കി ദൈവിക പദ്ധതിയിൽ നിന്ന് അവനെ ഒഴിവാക്കുമ്പോൾ അവൻ ഓർത്തു, ഇതോടുകൂടി എല്ലാം തീർന്നു. എന്നാൽ ഇവിടെ ഇതാ ഏദനിൽ നടന്ന സൃഷ്ടിപ്പ് അവനെ വല്ലാതെ അസൂയാലുവാക്കി. അവനെ സൃഷ്ടിച്ചത് രത്നങ്ങൾ കൊണ്ടെങ്കിൽ നിലത്തെ പൊടി കൊണ്ട് ചമച്ചെടുത്ത മനുഷ്യനോട് അഖിലാണ്ടത്തിന്റെ ഉടമസ്ഥന്റെ വാക്ക് വാഴുക. അപ്പോഴാണ് പിടികിട്ടിയത്, എനിക്ക് ലഭിക്കാത്ത വാഴ്ചയും അധികാരവും ഇവരുടെ മേൽ നൽകുകയാണ്. അതോടുകൂടി സാത്താന്റെ കുതന്ത്രം ഇവരെ വീഴിക്കുക എന്നതാ. വീഴിക്കാൻ വേണ്ടി അവൻ ഉപയോഗിച്ച പദ്ധതി തന്നെ വീഴിച്ച പദ്ധതി തന്നെയാണ്. അത്യുന്നതനോട് സമനാകുമെന്ന പദ്ധതി ഇതാ മനുഷ്യന്റെ അകത്തേക്ക് കുത്തി നിറച്ചു പറയുന്നു, ഇത് തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലാകും. അവൻ ഉദ്ദേശിച്ചത് എന്താണെന്നറിയാമോ? എന്നെ വീഴിച്ചതുപോലെ, എന്നെ തകർത്തതുപോലെ എനിക്ക് ഇവരെയും എന്റെ പക്ഷത്ത് ചേർക്കാം. അതിനുവേണ്ടി അവൻ അത്യുന്നതനോട് സമനാകുമെന്ന് ആ ദുഷ്ചിന്ത കുത്തിനിറയ്ക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരുണ അവരോട് ഇടപെടുകയാണ്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെന്ന് ഒരു മോഹന വാഗ്ദാനം അവർക്ക് നൽകിക്കൊണ്ട് അവരെ തന്റെ പക്ഷത്തേക്ക് ദൈവം ഒന്നുകൂടെ ചേർത്ത് നിർത്തി. അപ്പോഴും സാത്താന് ഉള്ളിൽ അസൂയ വർദ്ധിക്കുക. കാരണം സൃഷ്ടിയിൽ ശ്രേഷ്ഠമായ എന്നെ കളഞ്ഞിട്ട് വെറും മണ്ണായതിനെ ദൈവം ഒന്നുകൂടെ ചേർത്ത് നിർത്താൻ ഒരവസരം കൊടുക്കുക. ആ അവസരമാണ് സ്ത്രീയുടെ സന്തതി. അന്ന് മുതൽ സാത്താന്റെ ലക്ഷ്യം സ്ത്രീയുടെ സന്തതിയിലൂടെയാണ് ദൈവം തൻ്റെ വാഴ്ച നടത്താൻ പോകുന്നത്. ദൈവം തൻ്റെ രാജ്യം സ്ഥാപിക്കാൻ പോകുന്നത് സ്ത്രീയുടെ സന്തതിയിലൂടെയാണ്. അങ്ങനെ സാത്താൻ നോക്കിയിരിക്കുമ്പോൾ ഹൗവ ഗർഭവതിയായി മകനെ പ്രസവിച്ചു. കായീൻ കണ്ടമാത്ര ഇവനാണോ എന്നൊരു സംശയം. തൊട്ടുപിറകെ ഹാബേലും വന്നു. രണ്ടുപേരെ ശ്രദ്ധിക്കുക. ഇവരിൽ ആരോ ഒരാളാണ് സ്ത്രീയുടെ സന്തതി. ഇവരിലൂടെ ദൈവം തൻ്റെ രാജ്യം സ്ഥാപിച്ച് ആ വാഴ്ച നടത്തും. പക്ഷേ ആരാധന കഴിഞ്ഞപ്പം പിടികിട്ടി ഒരുവന്റെ മുഖം വാടി മാറുമ്പോൾ പിശാചിന് പിടികിട്ടി ഇവനല്ല, ദൈവം പ്രസാദിച്ച ഹാബേലാണ് ദൈവരാജ്യം സ്ഥാപിക്കുന്നത്. ക്ഷണത്തിൽ ആ കായിന്റെ അകത്ത് പിശാചിന്റെ സ്വാധീനത്തിന്റെ വിത്തിട്ടിട്ട് ഹാബേലിനെ അവിടെ തന്നെ തകർത്ത് സാത്താൻ ജയിച്ചെന്നുറപ്പിച്ചു. കാരണം ഇനി വാഴ്ച നടത്താൻ സ്ത്രീക്ക് സന്തതിയില്ല. കാലം മുൻപോട്ട് പോകുകയാണ്. ദൈവത്തിന്റെ പദ്ധതി പ്രകാരം വിളിച്ചു വേർതിരിക്കപ്പെട്ടവരെ മാത്രം ലക്ഷ്യം വെച്ച് സാത്താൻ നടക്കുമ്പോൾ ഇതാ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് ദൈവത്തിന്റെ വിളി കേട്ടിറങ്ങുന്നു അബ്രാം. അബ്രാമിന്റെ പ്രിയതമ സാറായി. സാറായെ നോക്കിയപ്പോൾ സാത്താന് പിടികിട്ടി ഇവൾ
ഇവളാണ് സ്ത്രീ, ഇവളിൽ നിന്നാണ് ദൈവരാജ്യ സ്ഥാപനത്തിനുള്ള ആ വ്യക്തി പുറത്തു വരിക. അങ്ങനെ അത് വരാതിരിക്കാൻ സാറയുടെ ഗർഭപാത്രത്തെ സാത്താൻ അടച്ചു വെച്ചു. എന്നാൽ വാഗ്ദത്തത്തിന്റെ കാലമായപ്പോൾ ആ കുരുക്കഴിച്ച് ദൈവം തന്റെ സമയത്ത് കൃത്യമായി ഇസ്ഹാക്കിന് നൽകിയെങ്കിൽ ഒരു ദൂത് പറയാം. സാത്താൻ എത്ര കണ്ട് വാഗ്ദത്തമുള്ള നിനക്കെതിരെ കെണികൾ മെനഞ്ഞു വെച്ചാലും ഇന്ന് പകൽ മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ സമയമാകുമ്പോൾ അതിന്റെ അടിവേരറുത്ത് ദൈവം അത് ചെയ്യാൻ വിശ്വസ്തന. ആധി വേണ്ട, ആകുലം വേണ്ട, പ്രാർത്ഥനാ മുറിയിൽ മുഴങ്കാൽ മടക്ക്. ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമായി പ്രവർത്തിക്കാൻ പോവുക. തീർന്നില്ല. ഇസ്ഹാക്കിന്റെ ജനനത്തോടെ സാത്താന്റെ ലക്ഷ്യം ഇസ്ഹാക്കിലേക്കാ. എന്നാൽ ഇസ്ഹാക്കിന് ലക്ഷ്യം വെച്ചു. ഇസ്ഹാക്കിലൂടെ അങ്ങനൊന്നും നടക്കുന്നില്ല. അവന് ഭാര്യയായി റിബേക്ക എന്ന സ്ത്രീയിൽ നിന്നാകാം ദൈവരാജ്യ സ്ഥാപനത്തിന്റെ വ്യക്തി. അങ്ങനെ സാത്താൻ എന്ത് ചെയ്തെന്നറിയാമോ? റിബേക്കയുടെ ഗർഭപാത്രത്തെ അടച്ചു. എന്താ ദൈവം ചെയ്തത്? റിബേക്കയും ഇസ്ഹാക്കും കൂടെ പ്രാർത്ഥനാ മുറിയിൽ മുഴങ്കാൽ മടക്കുമ്പോൾ അവളുടെ ഗർഭത്തെ ദൈവം തുറന്നെന്ന് ഇന്ന് പകലും ആത്മാവിടപെടുന്നത് തലമുറയില്ലെന്നുള്ള ആദ്യം മാറ്റിവെക്ക്. പ്രാർത്ഥനാ മുറിയിൽ ഐക്യതപ്പെടാൻ തയ്യാറായാൽ അടച്ചതിനെ തുറക്കാൻ എന്റെ ദൈവം വിശ്വസ്തന്. ഈ ദൂത് പറയുമ്പോൾ തന്നെ ചില തലമുറകളില്ലാതെ ഞരങ്ങുന്ന കുടുംബങ്ങളോട് ആത്മാവ് പ്രവചിക്കുന്നത്, പ്രാർത്ഥനാ മുറിയിൽ ഐക്യതപ്പെടാൻ തയ്യാറാകെ. നിന്റെ ഉദരത്തെ കെട്ടിയ കെട്ട് അഴിച്ചു മാറ്റി ഉദരബലത്തെ തരാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. ആ വിടുതൽ ഇന്ന് പകൽ നടക്കട്ടെ. ആ വിടുതൽ ഇന്ന് പകൽ വെളിപ്പെട്ടു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. യേശുവിൻ നാമത്തിൽ ആ വിടുതൽ സംഭവിക്കട്ടെ. സ്തോത്രം. ദൈവിക പദ്ധതിയുടെ അടുത്ത ചാലുകീറുകയാണ്. നോക്കുമ്പോൾ രണ്ട് തലമുറകൾ പുറത്തു വരുന്നു, ഏശാവും യാക്കോബും. സാത്താൻ നോക്കുമ്പോൾ ദൈവിക പദ്ധതി ക്രോഡീകരിക്കപ്പെടുകയാണ്. ഏശാവിനെ തള്ളി യാക്കോബിലേക്ക് ദൈവിക പദ്ധതി വരുന്നു. പിടികിട്ടി. ഇവനിലൂടെയോ ഇവന്റെ തലമുറയിലൂടെയാകും. നോക്കിയപ്പോൾ ഇവനിലൂടെ ഒന്നും നടക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാത്താൻ തന്റെ രണ്ട് ഭാര്യമാർ റിബേക്കയും റാഹേലും ലേയയും അവർ രണ്ടുപേരുടെയും ഗർഭത്തെ സാത്താൻ അടച്ചു വെച്ചു. എന്തിനാണെന്നറിയാമോ? വാഗ്ദത്ത സന്തതി പുറത്തു വരരുത്. തന്റെ രാജ്യം ദൈവം ഇവരിലൂടെ സ്ഥാപിക്കരുത്. പക്ഷെ ദൈവത്തിന്റെ സമയമായപ്പോൾ ഈ സഹോദരിമാർ നിന്നമാറാൻ ദൈവത്തിലേക്ക് ഓടിയെടുക്കുമ്പോൾ ദൈവം അവരെ കടാക്ഷിച്ചു. അവരുടെ ഗർഭത്തെ ദൈവം തുറന്നു. ഓർക്കുക, യാക്കോബിലെത്തുമ്പോ പിടികിട്ടി 12 തലമുറകളെ നോക്കി സ്വർഗം ഒരു കാര്യം ഉറപ്പിച്ചു: നിന്റെ സന്തതി കടൽക്കരയിലെ മണൽ പോലെ, ആകാശത്തിലെ നക്ഷത്രം പോലെ, നിലത്തെ പൊടി പോലെ വർദ്ധിക്കും. കാരണം നിന്റെ തലമുറയിലൂടെ ആ രാജ്യം സ്ഥാപിക്കും. ദൈവം പറഞ്ഞു, നീ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. സാത്താൻ തെറ്റിദ്ധരിച്ചു. ഇസ്രായേൽ എന്ന കൂട്ടത്തിലേക്ക് ദൈവം തന്റെ പദ്ധതി ക്രോഡീകരിക്കുമ്പോൾ ഇനി ലക്ഷ്യം വെക്കേണ്ടത് ഇസ്രായേൽ എന്ന കൂട്ടത്തെയാണ്. അന്നു മുതൽ ഇസ്രായേലിയ സ്ത്രീകൾക്ക് നേരെ സാത്താന്റെ പദ്ധതി ക്രോഡീകരിക്കുമ്പോൾ ദൈവിക ആലോചന എന്താണെന്നറിയാമോ? യെശയ്യാ പ്രവാചക പുസ്തകത്തിൽ ദൈവം തന്റെ ദൂത് ഷാർപ്പ് ചെയ്തു. ദൈവം ദൂത് ഷാർപ്പ് ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഒന്നുകൂടെ മോഡിഫൈ ചെയ്തു. സ്ത്രീ എന്ന് ഉൽപ്പത്തിയിൽ വായിച്ച വാക്ക് യെശയ്യാ പ്രവാചകൻ എടുത്തുദ്ധരിക്കുമ്പോൾ പറയുന്നത്, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. സ്ത്രീ എന്ന് എഴുതിയിടത്ത് വിവാഹം കഴിച്ചവളാകാം, മക്കളുള്ള ആളുമാകാം സ്ത്രീ. എന്നാൽ യെശയ്യാ പ്രവാചക പുസ്തകത്തിലേക്ക് എത്തുമ്പോൾ സാത്താൻ വാഴാൻ വേണ്ടി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനെതിരെ പൊരുതി നിൽക്കുമ്പോൾ ദൈവം ദൂത് ഷാർപ്പ് ചെയ്ത് പറയാണ്, കന്യക, അൽബ. അതിൻ്റെ അർത്ഥം പുരുഷൻ തൊടാത്ത സ്ത്രീ, വിവാഹ പ്രായമായവൾ, വിവാഹം കഴിക്കാത്തവൾ. സ്ത്രീ എന്നതിൽ നിന്ന് ദൂത് അയച്ചില്ല, ദൂത് ഒന്നുകൂടെ ഷാർപ്പ് ചെയ്തു. അപ്പോഴേക്കും സാത്താന്റെ കുതന്ത്രം എന്താണെന്നറിയാമോ? ഇസ്രായേലിയ സ്ത്രീകളെ മുഴുവനും ദൈവഹിതമല്ലാത്ത മ്ലേച്ഛതയിലേക്ക് വലിച്ചിടച്ച് ജീവിത വിശുദ്ധി
സമ്പത്തി നഷ്ടപ്പെടുത്തുന്ന കാലം. എന്തിനാണെന്നറിയാമോ? ഇനി സ്ത്രീയുടെ സന്തതി എന്ന് പറഞ്ഞതല്ല ഇത്, കന്യക, സ്ത്രീയുടെ കന്യകാത്വം നശിപ്പിക്കുക. ഇസ്രായേലിയ സ്ത്രീകളെ മുഴുവനും മ്ലേച്ഛതയിലേക്ക് വലിച്ചിടയ്ക്കുമ്പോൾ തിരുവചനത്തിന്റെ ഏടുകൾ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ പിശാച് ഒന്നിന് പുറകെ ഒന്നായി പദ്ധതികൾ ആസൂത്രണം ചെയ്ത് തീർന്നില്ല. ആ കാലഘട്ടത്തിൽ എഴുന്നേറ്റ് വരുന്ന പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞു. ദൈവിക ന്യായാധിപന്മാർക്കെതിരെ തലപൊക്കി ഇസ്രായേൽ മക്കളെ ഇതര ജാതികളും ഇടകലിയുമാറാക്കി. അങ്ങനെ യഹൂദനെ ഷഫുളി ചെയ്ത് അവനെ ആകെ കുഴപ്പിച്ച് അവന്റെ ചിന്തകൾ, ആരാധനകൾ, അവരുടെ ആത്മീക നേതൃത്വത്തെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് സാത്താൻ അരങ്ങ് തകർത്ത് വാഴുമ്പോൾ പ്രവാചകന്മാരായിട്ടുള്ളവർ നശിച്ചു, ഉപദേഷ്ടാക്കന്മാരായിട്ടുള്ളവർ നശിച്ചു, പരീശന്മാരെ വഴിതെറ്റിച്ചു കളഞ്ഞു. ന്യായപ്രമാണം പകർത്തിയെഴുതേണ്ടവരെയും ദൈവഹിതമല്ലാത്ത റൂട്ടുകളിലൂടെ അബദ്ധസഞ്ചാരം നടത്തി. അങ്ങനെ സാത്താൻ ഇനി വാഴാൻ ദൈവത്തിന് ആളില്ലെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ മലാക്കി പ്രവാചക പുസ്തകവും കഴിഞ്ഞു. 400 വർഷക്കാലത്തെ ഇരുണ്ട കാലഘട്ടം. ഇരുണ്ട കാലഘട്ടത്തെ നോക്കി സാത്താൻ നോക്കുമ്പോൾ പ്രവാചകന്മാരില്ല, അരുളപ്പാടുകളില്ല, ആലോചനക്കാരില്ല, ദൈവിക ആലോചനയ്ക്ക് ആഹ്വാനം ചെയ്യാൻ ആളില്ലാതെ, ദൈവിക അരുളപ്പാടില്ലാതെ, ദൈവത്തിന് വേണ്ടി ആളില്ലാതെ മറഞ്ഞ് ഞെരുങ്ങി ഞരങ്ങിപ്പോകുന്ന ഒരു കൂട്ടം. സാത്താന് മനസ്സിലായി ദൈവരാജ്യം എന്ന ദൈവിക പദ്ധതി അസ്തമിച്ചു, ദൈവിക പദ്ധതി അവസാനിച്ചു, ഇതോടുകൂടി ദൈവം തന്റെ പ്ലാൻ നിർത്തിയെന്നാണ്. അങ്ങനെ മൗനമായി സാത്താൻ ഇരിക്കുമ്പോൾ യഹൂദ മണൽ വിരിച്ച വിരിമാറി ഇതാ കാട്ടുതേനും വെട്ടുക്കിളിയും കൊണ്ട് ആമൻ അരയിൽ തോൽവാറ് ചുറ്റി ഒരുവൻ ആ മണൽ നിന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു പറയുന്നു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ. സാത്താൻ ഉറക്കം പെട്ട് ചടുലതയിൽ എഴുന്നേൽക്കുമ്പോ ദൈവം 400 കൊല്ലമായി പദ്ധതി നിർത്തിയെന്നാ കരുതിയത്. എന്നാൽ അതല്ല, ദൈവം ഒരു പുതിയ പദ്ധതിക്ക്, അടുത്തൊരു കൂട്ടത്തിലേക്ക് ദൈവിക പദ്ധതിയുടെ കൃത്യമായ കൂടിച്ചേരാൻ നടക്കുകയായിരുന്നു. 400 കൊല്ലത്തെ ഇരുണ്ട കാലഘട്ടം സാത്താൻ അറിഞ്ഞില്ല. ദൈവിക പദ്ധതിയുടെ ആണിക്കല്ല് താഴ്ത്താൻ ദൈവമൊരുക്കി ഏറ്റവും ശ്രേഷ്ഠമായ നിമിഷമായി ആ കാലഘട്ടം മാറിയെങ്കിൽ, സ്തോത്രം, എല്ലാ സ്ത്രീകളെയും മ്ലേച്ഛതയിലേക്ക് വലിച്ചിടയ്ക്കുമ്പോൾ ഒരു ദരിദ്ര കൂടാരത്തിൻ്റെ അകത്ത് ദൈവം മറിയ എന്ന ഒരു സഹോദരി കന്യകയെ കരുതിയത് സാത്താന് മനസ്സിലായില്ല. ഇവിടെയാണ് ദൈവിക പദ്ധതി. രാജ്യം സ്ഥാപിക്കാൻ വരുന്നവനെ കുറിച്ച് പിശാചിന് കൃത്യമായ നിർണയമില്ലെങ്കിലും അഖിലാണ്ടത്തിന്റെ ഉടമസ്ഥന്റെ പദ്ധതിയുടെ ആഴമറിയാൻ പറ്റാത്ത സാത്താൻ നിഷ്പ്രഭമായി പോയ നിമിഷം ഇതാ സ്നാപക യോഹന്നാന്റെ തലവെട്ടി താലത്തിൽ വെച്ച് ജയിച്ചെന്ന് ആഘോഷിക്കുമ്പോൾ അവിടെ നിന്ന് അല്പം മാറി ഉറക്ക വിളിച്ചു പറയുന്നു, സാക്ഷാൽ രാജ്യസ്ഥാപകൻ, ദൈവരാജ്യം സമീപമായി, ദൈവരാജ്യം സമീപമായി, മാനസാന്തരപ്പെടുവീൻ, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ ഏറ്റവും ശക്തമായ ദൂതിന്റെ മുൻപിൽ സാത്താന്യ കോട്ടകൾ വിറച്ചു. എന്തുകൊണ്ട് വിറച്ചെന്ന് ചോദിച്ചാൽ, സാത്താനെതിരെ നിൽക്കാൻ ദൈവം സ്ഥാപിക്കുന്ന ഒരു പുതിയ ജനവിഭാഗമാണ് ദൈവരാജ്യം എന്നത്. മനസ്സിലാകണം, ഇതുവരെ സാത്താൻ കണ്ടത് യഹൂദനെയും പുറജാതിയെയുമാണ്. അവർ സാത്താന്റെ കീഴിലാണ്, അവർ സാത്താന്റെ ചൂണ്ടക്കുളത്തിൽ കുടുങ്ങിയവരാണ്. എന്നാൽ അതല്ലാത്ത ഒരു പുതിയ കൂട്ടത്തെ ദൈവം രൂപീകരിക്കുക. ദൈവരാജ്യം, ദൈവത്താൽ നേരിട്ട് ഭരിക്കുന്ന, ദൈവത്തിന് വേണ്ടി ഭരിക്കുന്ന, ദൈവത്തിന്റെ അധികാരത്തെ വഹിക്കുന്ന, ദൈവത്തിന്റെ അധികാരത്തെ വെളിപ്പെടുത്തുന്ന, ആ വെളിപ്പാടിലേക്കൊന്നെത്തിക്കേ, ആ വെളിപ്പാടിലേക്കൊന്നെത്തിക്കേ. യഹൂദന് ലഭിക്കാത്ത ഒരു വലിയ വാഗ്ദത്തം നിന്റെ തലമേലുണ്ട്. ദൈവരാജ്യത്തെ വെളിപ്പെടുത്തുന്ന, ദൈവരാജ്യത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന അധികാരം. പ്രൈസ് ദി ലോർഡ്. ദൈവത്താൽ ഭരിക്കപ്പെടുന്ന, സ്തോത്രം, ദൈവത്തിന് വേണ്ടി ഭരിക്കുന്ന രാജ്യം എന്നിവിടെ ആത്മീയമായി ദൈവം സ്ഥാപിച്ചിരിക്കുന്ന
ദൈവരാജ്യമാകാൻ നിന്നെ വിളിച്ചെന്ന് പറയുമ്പം അതിൻ്റെ ലെവൽ നീ പിടികിട്ടണം. നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. ഇന്ന് നീ നിൽക്കുന്നത് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തില്. ഈ ദൂത് പറയുമ്പോ തന്നെ വിടുതൽ നടക്കട്ടെ, വിടുതൽ നടക്കട്ടെ. ഇന്ന് പകല വിടുതൽ നടക്കട്ടെ. പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. ഓ, ചില പൈശാചിക മണ്ഡലങ്ങൾ അഴിയട്ടെ. ഇരുട്ടിന്റെ അധികാരം തോറ്റോടുകയാണ്. നിനക്കും കുടുംബത്തിനുമെതിരെ, നിനക്കും തലമുറയ്ക്കും നേരെ ഇരുട്ടിന്റെ അധികാരം കെട്ടിവെച്ചത് ഇനി ഫലപ്രദമാകത്തില്ല. ഇരുട്ടിന്റെ അധികാരം ഇന്ന് പകൽ തോറ്റോടുക. നിന്നെ പിടിതെടുത്ത് പുത്രന്റെ രാജ്യത്തിൽ, ആ ദൈവരാജ്യം, അസാധാരണമായ ദൈവമഹത്വം ഈ നാലകത്തെ മൂടുന്നുണ്ട്. അസാധാരണമായ ദൈവമഹത്വം ചില തലമുറകളിൽ, ചില മാതാപിതാക്കളിൽ, യൗവനക്കാർ വെളിപ്പെടുക. കരഞ്ഞു കലഞ്ഞു വന്നതാങ്ങി. പക്ഷെ ഇന്ന് ധൈര്യത്തോടെ മനസ്സിലാക്കുക, ഞാൻ പുത്രന്റെ രാജ്യത്തിലാണ്. ഓ, ഈ ദൂതകത്ത് കയറുമ്പോ തന്നെ ചില വിടുതൽ നടക്കുന്നുണ്ട്. സാത്താൻ നിന്റെ മേൽ കെട്ടിവെച്ച ചില പൈശാചിക ആധിപത്യങ്ങൾ ഇന്ന് പകൽ അഴിഞ്ഞു മാറുകയാണ്. അതെ, ഞാൻ പുത്രന്റെ രാജ്യത്തിലോ, ഞാൻ പുത്രന്റെ രാജ്യത്തിലോ. എന്റെ മേൽ അധികാരം എന്റെ കർത്താവിന് മാത്രമാണ്. Praise the Lord. ഇന്ന് ആത്മാവിൽ പ്രവചിക്കണം. പിശാചൻ നിനക്ക് എന്നിൽ സ്ഥാനമില്ല. പിശാചൻ നിനക്ക് എൻ്റെ കുടുംബത്തിൽ സ്ഥാനമില്ല. എൻ്റെ തലമുറയിൽ സ്ഥാനമില്ല. എൻ്റെ ഭർത്താവിലോ ഭാര്യയിലോ സ്ഥാനമില്ല. കാരണം ഞാൻ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്വത്തില് എൻ്റെ പൗരത്വം മാറിയിട്ടുണ്ട്. എന്റെ പൗരത്വം മാറിയിട്ടുണ്ട്. നീ അത് മനസ്സിലാക്കുന്നില്ല. എന്റെ പൗരത്വം മാറി. ഞാൻ ഇന്ത്യൻ പൗരനാ, പക്ഷെ ഇന്ന് സ്വർഗീയ പൗരനാ. അവിടുത്തെ ഇന്ന് പകൽ സംഭവിക്കുകയാണ്. ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ചില രോഗത്തിന്റെ കെടുതികൾ അഴിഞ്ഞു മാറുന്നുണ്ട്. ചില രോഗചങ്ങലകൾ ഇന്ന് പകൽ അഴിഞ്ഞു മാറുക. നിന്റെ മേൽ അവകാശവാദം ഉന്നയിക്കുന്ന, ശാപം പോലെ പിൻഗമിക്കുന്ന പാരമ്പര്യത്തിന്റെ ചില ചങ്ങലകൾ ഈ പകൽ ബ്രേക്ക് ആവുക. പ്രതികരിച്ചു തുടങ്ങിക്കോ, പ്രതികരിച്ചു തുടങ്ങിക്കോ. ഒരു വലിയ ദൈവ മഹത്വം ഇറങ്ങി വരുന്നുണ്ട്. നീ അവന്റെ രാജ്യമാണ്. നിന്റെ പൗരത്വം മാറിക്കഴിഞ്ഞു. നിന്റെ പേര് മാറിക്കഴിഞ്ഞു. നിന്റെ അവകാശം മാറിക്കഴിഞ്ഞു. നിന്റെ വാഗ്ദത്തം മാറിക്കഴിഞ്ഞു. Praise the Lord. Praise the Lord. സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലായിപ്പോ ഇപ്പൊ എന്റെ പൗരത്വം ചേഞ്ചായി. പിശാചൻ നിനക്കത് മനസ്സിലാകത്തോണ്ടാ. നീ ഇപ്പോഴും എന്റെ ആധാർ നോക്കിയിരിക്കുക. എടാ, എന്റെ ആധാർ അങ്ങനെയാണെന്ന്. പക്ഷെ ഇപ്പൊ ഞാൻ ആധാറിലല്ല ജീവിക്കുന്നത്, ഞാൻ ആത്മാവിലാണ് ജീവിക്കുന്നത്. ആത്മാവിൽ ജീവിക്കുന്ന ഞാനിപ്പം പുത്രന്റെ രാജ്യത്തിലാ. അതിന്റെ അർത്ഥം എന്താ? സാത്താൻ അധികാരം സ്ഥാപിക്കാൻ പറ്റാത്ത, സാത്താന് സ്വാധീനം ചെലുത്താൻ പറ്റാത്ത ഏക കൂട്ടം പുത്രന്റെ രാജ്യമാണ്. പുത്രന്റെ രാജ്യമാണ്. അവിടെ സാത്താൻ അധികാരമില്ല. സാത്താന്റെ പദ്ധതി വിലപ്പോകത്തില്ല. അവന്റെ ആയുധം വിലപ്പോകാത്ത ഏക ഇടം പുത്രന്റെ രാജ്യമാണെങ്കിൽ അത് ഞാനാണ്. അത് ഞാനാണ്. സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യം. ഇന്ന് മകൾ റിസീവ്, റിസീവ്. ഓ, യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. പുത്രന്റെ രാജ്യം എന്ന് ഞാൻ പറയുമ്പോൾ ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, യഹൂദനല്ലാത്ത, പുറജാതി അല്ലാത്ത ഒരു പുതിയ വിഭാഗം ദൈവരാജ്യം. ഞാൻ ആ ദൈവരാജ്യം, ഞാനാണ് രാജ്യമെങ്കിൽ, ഞാൻ ആ രാജ്യത്തിൽ അംഗമാണെങ്കിൽ എൻ്റെ മേൽ വെളിപ്പെടുന്ന അധികാരം ദൈവത്തിൻ്റെ അധികാരമാണ്. എൻ്റെ മേൽ ഉള്ള സുപ്രീം അതോറിറ്റി ദൈവത്തിൻ്റെയാണ്. ദൈവത്തിനല്ലാതെ വേറെ ആർക്കും എൻ്റെ മേൽ അധികാരമില്ല.
അപ്പോൾ ഒന്നുകൂടെ ഉറപ്പിച്ചോണം, പിണറായി ഗവൺമെന്റിന്റെ മേളിലാണ് നീ, മോദി ഗവൺമെന്റിന്റെ, ട്രംപ് ഗവൺമെന്റിന്റെ മേളിലാണ് നീ. കാരണം നിന്നെ ഇവിടെ ആക്കിയത്, ഓ ജീസസ്, പുത്രന്റെ രാജ്യമാണ്. സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യം. ആരായിപ്പോൾ ആകാശവും ഭൂമിയും ചമച്ചവൻ, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ പേർ ചൊല്ലി വിളിച്ച നസ്രായന്റെ രാജ്യത്തിന്റെ ഭാഗമെങ്കിൽ ഇന്ന് നീ അനുഭവിക്കുന്നത് ഒരു വിടുതലാണ്, ഒരു അനുഭവമാണ്. ഞാൻ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാ. ഹോളി സ്പിരിറ്റ്. പുത്രന്റെ രാജ്യം എന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലാണ്. പൗലോസ് ഊട്ടിയുറപ്പിക്കുന്നത് ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ദൈവരാജ്യം വാക്കുകളിലല്ല, ദൈവരാജ്യം ശക്തിയിലാണ്. ഇപ്പൊ പിടികിട്ടുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ ദൈവരാജ്യം എന്ന് പറയുമ്പോൾ ആത്മീയമായി ഞാൻ അനുഭവിക്കുന്ന ഒരനുഭവമാണ് ഇന്ന് എൻ്റെ ദൈവരാജ്യം. ഇന്ന് ദൈവരാജ്യം ആത്മീകമാണ്. ഞാൻ അത് അനുഭവിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ദൈവരാജ്യത്തിൻ്റെ ശക്തി ഞാൻ അനുഭവിക്കുമ്പോൾ എനിക്കറിയാം ഞാൻ ദൈവരാജ്യത്തിലാണ്. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലാണെന്ന് എങ്ങനെ അറിയാം? ഭൂതങ്ങൾ പുറത്താകുന്നെങ്കിൽ ഓർത്തോണ്, ദൈവരാജ്യം നിങ്ങളുടെ ഇടയില. അതിന്റെ അർത്ഥം എന്താ? ദൈവരാജ്യം വെളിപ്പെടുന്നിടത്ത് പിശാചിന് പ്രവർത്തിക്കാൻ പറ്റില്ല. പിശാചിന്റെ ആധിപത്യമില്ല, പിശാചിന്റെ അധികാരമില്ല, പിശാചിന്റെ സ്വാധീനമില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ നീ മനസ്സിലാക്കേണ്ടത് ചെറിയാളല്ല, ദൈവരാജ്യം. അത് പറയുമ്പോ തന്നെ നിന്റെ അകത്ത് ഒരു അഭിമാനം ഉണ്ടാകണം. ആ വെളിപ്പാടിലേക്കെത്തി ഇന്ന് മുതൽ ദൈവത്തിന് സ്തോത്രം ചെയ്യ്. ശിരസ് കുനിഞ്ഞിരിക്കാനല്ല നിന്നെ വിളിച്ചത്, നിന്നെ കേട്ട് തളരാനല്ല, രോഗത്തിൽ വീണുപോകാനല്ല, മരണം കണ്ട് പേടിക്കാനല്ല. ദൈവരാജ്യമായി ഓ ദൈവത്തിന്റെ അധികാരം വെളിപ്പെടട്ടെ നിന്നിലൂടെ. ദൈവത്തിന്റെ അധികാരം വെളിപ്പെടട്ടെ നിന്നിലൂടെ. ദൈവത്തിന്റെ അധികാരം വെളിപ്പെടട്ടെ. നിന്റെ പ്രാർത്ഥനയിൽ ദൈവിക അധികാരം വെളിപ്പെടട്ടെ. നിന്റെ ആരാധനയിൽ ദൈവിക അധികാരം വെളിപ്പെടട്ടെ. ഓ നിന്റെ അന്യഭാഷയിൽ ദൈവത്തിന്റെ അധികാരം ഇന്ന് പകൽ വെളിപ്പെടട്ടെ. അത് ഭയക്കുന്ന ഒരുവനുണ്ട്, അത് സാത്താനാണ്. നിന്റെ അധികാരത്തെ ഭയപ്പെടുന്ന ഒരുവനുണ്ട്, അത് സാത്താനാണ്. ഇന്ന് പകൽ നീ മൗനമാകുമ്പോ അവൻ ചിരിക്കുക. ഇന്ന് പകൽ അഭിഷേകത്തോടെ അസാധാരണമായി നിന്റെ അധരം തുറന്ന് കൽപ്പിച്ചു തുടങ്ങ്. യേശുവിൻ നാമത്തിൽ രോഗം മാറട്ടെ, യേശുവിൻ നാമത്തിൽ ബന്ധനം അടിയട്ടെ, യേശുവിൻ നാമത്തിൽ പൈശാചിക ആധിപത്യങ്ങൾ തോറ്റോടട്ടെ. ആ അധികാരത്തെ ഇന്ന് മുതൽ റിസീവ്. തുറന്നുവിട്, തുറന്നുവിട്. ആ അധികാരത്തെ തുറന്നുവിട്, ആ അധികാരത്തെ തുറന്നുവിട്. ആ അധികാരത്തോടെ കൽപ്പിക്ക്. ഓ ആ ദൈവശക്തിയുടെ അസാധാരണമായ ദൈവപ്രവൃത്തി നടക്കുക. അസാധാരണമായ ദൈവ മഹത്വം ഇന്ന് പകൽ ആലയത്തിൽ വെളിപ്പെടുന്നുണ്ട്. ഇന്ന് പകൽ അധികാരത്തെ ഫലപ്രദമായി ഉപയോഗിക്കുക. ദൈവരാജ്യം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ അധികാരവുമുണ്ട്, ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യവുമുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് ഞാൻ ദൈവരാജ്യം എന്ന ഒറ്റ വാക്ക് പറയുമ്പോൾ നമ്മുടെ അകത്തോട്ട് ആദ്യം കയറേണ്ടത് അധികാരം എൻ്റെ മേൽ. അധികാരത്തിൻ്റെ റേഞ്ച് ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ പേര് ചൊല്ലി വിളിച്ചവന്റെ അധികാരം. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും അത് നിന്റെ മേലെന്ന് പറയുമ്പോൾ
ദൈവരാജ്യത്തിൻ്റെ അധികാരം ഇന്ന് എൻ്റെ മേലാ. ഞാൻ പറഞ്ഞാൽ അത് ചെയ്യാൻ ദൈവം വെയിറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ വാക്കിൽ വെളിപ്പെടുന്ന അധികാരം, സ്വർഗത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന എല്ലാ പദ്ധതികളും ഇവിടെ നിവർത്തീകരിക്കാൻ ആ അധികാരം എൻ്റെ മേൽ നൽകിയിരിക്കുന്നെങ്കിൽ, നീ ആയിരിക്കുന്നതോ പാർക്കുന്നതോ നിന്റെ സാഹചര്യമോ നിന്റെ സ്ഥിതിയോ നിന്റെ പ്രാപ്തിയോ നിന്റെ കുടുംബമോ നിന്റെ പാരമ്പര്യമോ നിന്റെ കഴിവോ നിന്റെ വിദ്യാഭ്യാസമോ അല്ല ഇവിടെ വലുത്. ദൈവത്തിൻ്റെ അധികാരം നിന്റെ മേൽ പകർന്ന് നിന്നെ ആക്കി വെച്ച ദൈവം നിന്നോട് പറയുന്നത്, അധരം തുറന്ന് പറഞ്ഞു തുടങ്ങിയാൽ അത് എഗ്രി ചെയ്യുന്ന ഒരു സ്വർഗീയ ഗവൺമെന്റ് ഉണ്ട്. നീ അവന് വേണ്ടി ഇവിടെ ഭരിക്കേണ്ടയാള്, അവന് വേണ്ടി ഇവിടെ കാര്യം നടപ്പാക്കേണ്ട നീയാണ്. നിന്നിലൂടെ ആ ദൈവരാജ്യം ചലിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവരാജ്യം വിഭാവനം ചെയ്യുന്ന സ്വാതന്ത്ര്യമുണ്ട്. ദൈവരാജ്യം തരുന്ന സ്വാതന്ത്ര്യം 4 തരത്തിലാണ്. കർത്താവിൻ്റെ ദാസൻ പൗലോസ് പറയുക, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അടിമമുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. നമ്മൾ നിൽക്കുന്ന സ്വാതന്ത്ര്യം എന്താണെന്നറിയാമോ? നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. പാപത്തിന് എൻ്റെ മേൽ ഇനി കർത്തൃത്വമില്ല. പാപത്തെ ജയിക്കുന്ന, പാപത്തെ അതിജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ന് എൻ്റെ മേൽ വെളിപ്പെട്ടു നിൽക്കുകയാണ്. 2, രോഗത്തിൻ്റെ മേൽ സ്വാതന്ത്ര്യമുണ്ട്. കാരണം അടിപ്പിണരുകളാലുള്ള സൗഖ്യം, പുത്രൻ്റെ രാജ്യം എനിക്ക് വാഗ്ദത്തം ചെയ്യുമ്പോൾ ഇന്ന് പകൽ അതെൻ്റെ അകത്ത് ആളിപ്പടരുന്നൊരഗ്നിയാണ്. കാരണം ഞാൻ ഈ പുത്രൻ്റെ രാജ്യത്തിൽ അനുഭവിക്കുന്നൊരു സ്വാതന്ത്ര്യം രോഗത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണെങ്കിൽ ഇന്ന് പകൽക്കാലം നീ മനസ്സിലാക്കേണ്ടത് വെറുതെ പോവുകയല്ല. പുത്രൻ്റെ രാജ്യത്തിലാണോ നിനക്ക് രോഗത്തിൽ നിന്നൊരു സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യം, ശാപത്തിൽ നിന്നും സ്വാതന്ത്ര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. യേശു എനിക്ക് വേണ്ടി ശാപമായതോടെ പുത്രൻ്റെ രാജ്യത്തിൽ ഞാൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ശാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. ഇനി ഏതൊരു വ്യക്തിയുടെ ശാപത്തിനും എൻ്റെ മേൽ സ്ഥാനമില്ല. ഏതൊരു സാഹചര്യത്തിനും ശാപമായി എൻ്റെ മേൽ വാഴാൻ പറ്റത്തില്ല. എൻ്റെ മേൽ ചലിക്കുന്നത് സ്വർഗീയ അധികാരമാണ്. 4, നിത്യ നരകമെന്ന നിത്യ മരണത്തിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യമാണ്. ഇനി എൻ്റെ മേൽ വാഴുന്നത് നിത്യജീവനാണ്. അതെ, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. അപ്പോൾ ഈ സ്വാതന്ത്ര്യവും അധികാരവും തരുന്ന പുത്രൻ്റെ രാജ്യം, ഈ രാജ്യം ഇത്രത്തോളം സ്വാതന്ത്ര്യം വിഭാവനം ചെയ്യുന്നതിൻ്റെ അർത്ഥം ഇത് ദൈവരാജ്യം എന്നത് ശക്തിയാണ്. ഇന്ന് അനുഭവിക്കുന്ന ശക്തി. അതെന്താണ് ശക്തി എന്ന വാക്കിൻ്റെ അർത്ഥം? ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ലോകത്തെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയാണ് ഞാനെന്ന ദൈവരാജ്യം. നമ്മുടെ മേലുള്ള ദൈവിക പദ്ധതി എന്താണെന്നറിയാമോ? ആ ദൈവരാജ്യം എന്ന ഒറ്റ വാക്ക് പറയുമ്പോൾ ലോകത്തെ രൂപാന്തരപ്പെടുത്താനുള്ള ശക്തി. ഇന്ന് പകൽ മനസ്സിലാക്കേണ്ടത്, നിന്നെ ആലയത്തിൻ്റെ അകത്ത് കസർത്ത് കാട്ടാൻ വിളിച്ചതല്ല. ഇന്നത്തെ ആത്മീയർക്കൊരു അപകടം സംഭവിച്ചിട്ടുണ്ട്. ആലയത്തിൻ്റെ അകത്ത് അഭിഷേകമുണ്ട്, അന്യഭാഷയുണ്ട്, ആരാധനയുണ്ട്. അയ്യോ, ഇതിനല്ല. നീയാണ് ലോകത്തെ രൂപാന്തരപ്പെടുത്തേണ്ടത്. കാരണം സാത്താനെ നിയന്ത്രിക്കാൻ യഹൂദനുണ്ട്, സാത്താനെ നിയന്ത്രിക്കാൻ വേണ്ടി ജാതികളുണ്ട്. ദൈവത്തിനും ദൈവിക അധികാരം നടത്താൻ ദൈവരാജ്യമെന്ന നീയാണ്. നിന്നിലൂടെയാണ് ദൈവരാജ്യം സ്ഥാപനം നടക്കേണ്ടത്. ദൈവരാജ്യത്തിൻ്റെ പദ്ധതികൾ നിന്നിലൂടെ വെളിപ്പെടണമെങ്കിൽ ഇന്നത്തെ പൈശാചിക മണ്ഡലങ്ങൾക്ക് നേരെ ആത്മാവിൽ പ്രതികരിക്കാനുള്ള അധികാരം നിന്റെ മേലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വാമൂട്ടി ഒതുങ്ങിക്കൂടേണ്ടവരല്ല, കരുത്താർജിക്കേണ്ടവരാണ്. ആലയത്തിൽ പ്രാപിച്ച അഭിഷേകത്തിന്റെ ശക്തി നീ പാർക്കുന്ന ദേശത്ത് വെളിപ്പെടണം. നിന്റെ മേൽ പകർന്ന അഭിഷേകത്തിന്റെ ശക്തി നീ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വെളിപ്പെടണം. നിന്റെ മേൽ പകർന്ന അഭിഷേകത്തിന്റെ ശക്തി നീ പഠിക്കുന്ന സ്കൂളിൽ വെളിപ്പെടണം. നിന്റെ മേൽ പകർന്ന അഭിഷേകത്തിന്റെ ശക്തി നിന്റെ കലാലയത്തിൽ വെളിപ്പെടണം. നീ പ്രാപിച്ച ദൈവകൃപയുടെ ശക്തി നിന്റെ പഞ്ചായത്തിൽ വെളിപ്പെടണം. നിന്റെ
നിന്റെ മക്കൾ ഏൽപ്പിച്ച ദൈവിക അധികാരത്തിന്റെ പ്രഭ നിന്റെ മുനിസിപ്പാലിറ്റി അനുഭവിക്കണം. സ്തോത്രം, സ്തോത്രം. ആ വെളിപ്പാടിലേക്ക് ദൈവസഭകൾ മാറണം. ഓരോ ആത്മീയനും മാറേണ്ടത് ഞായറാഴ്ച ആരാധന കൊണ്ട് തീരുകയല്ല, ആരാധനയിൽ പ്രാപിച്ചത് തെരുവിൽ വെളിപ്പെടണം. സ്തോത്രം. വാഹനത്തിൽ വെളിപ്പെടണം, നിങ്ങൾ യാത്രയിൽ അത് വെളിപ്പെടുത്തണം. കാരണം നിങ്ങളാണ് ദൈവരാജ്യം. നിങ്ങളിലൂടെ അധികാരം പുറത്തു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം പ്രാപിച്ചിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക. നാടൻ ഭാഷ പറഞ്ഞാൽ പെട്രോൾ അടിക്കുന്നു, 2 വീലർ കൊണ്ടുചെല്ലുന്നു, 500 രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്നു, മാറ്റി അങ്ങോട്ട് വണ്ടി വെക്കുന്നു, സ്റ്റാൻഡിലിടുന്നു, ആക്സിലേറ്റർ പിടിക്കുന്നു, എന്ന് നല്ല പോലെ ഒരു 2 മണിക്കൂർ വെക്കുന്നു, വണ്ടി കാലിയാവുന്നു, വീണ്ടും ഉന്തിക്കൊണ്ട് വരുന്നു, 500 അടിക്കുന്നു, മാറ്റി വെക്കുന്നു, സ്റ്റാൻഡിലിടുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു, ആക്സിലേറ്റർ പിടിക്കുന്നു, വെക്കുന്നു. എന്ത് പിടി കിട്ടി? നമ്മൾ വണ്ടിയിൽ ഇന്ധനം നിറയ്ക്കുന്നു, പമ്പുകാരെ നോക്കുമ്പോൾ ഞാൻ കാർ ഓടിക്കുന്നില്ല, ഡെയിലി അടിക്കുന്നു, സൈഡിലോട്ട് ഇടുന്നു, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു, ആക്സിലേറ്റർ കട്ട വെക്കുന്നു, ഇവൻ കറങ്ങി നടക്കുന്നു, ഡീസൽ തീരുന്നു, വീണ്ടും വണ്ടി റിവേഴ്സ് എടുക്കുന്നു, അടിക്കുന്നു, അവിടെ തീർക്കുന്നു. ഇതല്ല ഇന്നിൻ്റെ പെന്തക്കോസ്ത്. ഇന്നത്തെ പെന്തക്കോസ്ത് ഇതല്ലേ? ഹോളിൽ വരുന്നു, നിറയ്ക്കുന്നു, തീർക്കുന്നു, പോകുന്നു, വീണ്ടും വരുന്നു, നിറയ്ക്കുന്നു, തീർക്കുന്നു, പോകുന്നു. പിടികിട്ടിയില്ലേ? ദൈവരാജ്യമായി നിന്നെ വിളിച്ചെങ്കിൽ ലോകത്തെ രൂപാന്തരപ്പെടുത്താനുള്ള ശക്തിയാ നിന്റെ മേൽ പകരുന്നത്. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച് ലോകത്തിന് ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവുമായി ബന്ധമുണ്ടാക്കി നിന്നെ ഇവിടെ നിർത്തിയത് ലോകത്തെ രൂപാന്തരപ്പെടുത്താൻ, നിന്റെ ചുറ്റുവട്ടത്തെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ. ഇന്ന് നമ്മളൊക്കെ ഘോരഘോരം പറയുന്നുണ്ട്, അത് നടക്കുന്നു, ഇത് നടക്കുന്നു, അങ്ങനെ നടക്കുന്നു. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? നീ എപ്പോൾ മൗനമായോ അപ്പോൾ സാത്താൻ തലപൊക്കാൻ തുടങ്ങി. നിന്റെ അഭിഷേകം തിരിച്ചറിഞ്ഞ് നീ ഒന്ന് ഉണർന്നേ, ദേശത്ത് പ്രാർത്ഥിക്കാൻ തലപൊക്കിക്ക്, ആരാധനയിൽ നീ ഒന്ന് ഉയർന്നേ, നിന്റെ മേലുള്ള ദൈവകൃപയൊന്ന് പ്രയോജനപ്പെടുത്തിക്ക്. നീ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറ, തിരുവല്ല പട്ടണത്തിൽ ഞാൻ പറയാതിരി പിശാച് നിനക്ക് അനുവാദമില്ല. ഏലിയാവെന്ന ഏകനായ മനുഷ്യൻ കർമ്മേലിൽ മുഖമുയർത്തി ദൈവസന്നിധിയിലേക്ക് കരയുന്ന മാത്രം അവിടെ 850 ബാലിന്റെ പ്രവാചകന്മാർ മുട്ടുകുത്തിയെങ്കിൽ ദൈവത്തിന് ഒരുപാട് പേര് വേണ്ട. ദൈവകൃപ വെളിപ്പെടുത്താൻ ഒരാൾ മതി, അത് നീയാകണം, അത് നീയായി മാറണം. ഇന്ന് പകലും ദൈവം തേടുന്നത് ആരെനിക്ക് വേണ്ടി പോകുമെന്നാണ്, ആരെനിക്ക് വേണ്ടി എഴുന്നേൽക്കുമെന്നാണ്. ഈ പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടി എഴുന്നേൽക്കാൻ നീ തയ്യാറാണോ? ഈ തിരുവല്ല പട്ടണത്തിന് വേണ്ടി എഴുന്നേൽക്കാൻ നിനക്ക് തയ്യാറാണെന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ പഞ്ചായത്ത് വിശാല നിനക്ക് തരത്തില്ല. ആത്മാവിൽ ഒന്ന് അധികാരത്തോടെ ഒന്ന് കൽപ്പിക്കേ. സ്തോത്രം, സ്തോത്രം. ജാതികളെ കൈവശമായും ഭൂമിയുടെ അറ്റങ്ങളെ അവകാശമായും തരാമെന്ന് അരുളിയവൻ ചോദിക്കുക, ആരുണ്ടെന്ന് എനിക്ക് വേണ്ടി. സ്തോത്രം. ഈ തലമുറയിലും അങ്ങനെ ചിലതിനെ തേടുന്നുണ്ട്. അങ്ങനൊരു കൂട്ടമായി മാറാൻ ഒരുക്കപ്പെടണം. ദൈവം നമ്മെ വിളിച്ചത് അവൻ്റെ രാജ്യമാകാനാണ്, അവൻ്റെ രാജ്യമാകാൻ. അടുത്തൊരു പദമാണ് അവൻ്റെ പുരോഹിതന്മാരാകാൻ വിളിച്ചു. ഒരു സ്തോത്രം പറഞ്ഞേ. അവൻ്റെ പുരോഹിതന്മാരാകാൻ വിളിച്ചു. ആ വിളിയുടെ 2 അർത്ഥമാണ്. ഒന്ന്, രാജ്യം, അതിൽ അധികാരവുമുണ്ട്, സ്വാതന്ത്ര്യവുമുണ്ട്. 2, അവൻ്റെ പുരോഹിതന്മാരാകാൻ. ആ പുരോഹിതന്മാരെന്ന് പറയുമ്പോൾ അവിടെയാണ് മനസ്സിലാക്കേണ്ടത്, നമ്മെ അവൻ വിളിച്ചു. എന്തിനെന്നറിയാമോ? മഹത്വം വെളിപ്പെടുത്തുന്ന, മഹത്വം ചുമക്കുന്ന പുരോഹിതന്മാർ. സ്തോത്രം. എഫെസ്യ ലേഖനത്തിൽ ആ വാക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. 4-ാം അധ്യായം 11-ാം വാക്യമൊന്ന് വായിക്കാമോ? അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാർ. എല്ലാവരും ഒന്ന് പറഞ്ഞേ. ചിലരെ
പ്രവാചകന്മാരായി, ചിലരെ സുവിശേഷകന്മാരായി, ചിലരെ ഇടയന്മാരായി, ചിലരെ ഉപദേഷ്ടാക്കന്മാരായി ചിലരെ നിയമിച്ചിരിക്കുന്നു. കഴിഞ്ഞില്ലേ? ചിലരെ വിശ്വാസിയായിട്ട് നിയമിച്ചോ? അയ്യോ, അതാ നമ്മൾ ഈ ചിലരെ പറയുമ്പം ചിലരെ വിശ്വാസിയായിട്ട് നിയമിച്ചൊന്നില്ല. പുതിയ നിയമസഭയ്ക്ക് വിശ്വാസിയില്ല. പുതിയ നിയമസഭയ്ക്ക് പുരോഹിതന്മാരേ ഉള്ളൂ. അടുത്തിരിക്കുന്നതൊക്കെ പറഞ്ഞു കൊടുക്കും, ഞാൻ പുരോഹിതയാണെന്ന്. അത് പറഞ്ഞു കൊടുക്കും കേട്ടോ. അതായത് ഇവിടെ വന്നിനി വെറുതെ പ്രയർ സെൻറ്ററിൽ വന്നിട്ട് വിശ്വാസിയാണെന്നും പറഞ്ഞിരിക്കരുത്. പുരോഹിതനാണ്, പുരോഹിതയാ. പുതിയ നിയമം തരുന്നൊരു വെളിപ്പാട, സ്വർഗീയ വിളി, പരമവിളി, വിശുദ്ധ വിളി. എന്തിനാ? ഉറക്കെ പറ. പുരോഹിതന്മാരാകാൻ. ചെറിയ പുരോഹിതനല്ല. പഴയ നിയമ പുരോഹിതന്മാർ അക്ഷരത്തിൻ്റെ ശുശ്രൂഷയാണ്. പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ മഹത്വത്തിൻ്റെ ശുശ്രൂഷയാണ്. അവൻ്റെ ഗ്ലോറി വെളിപ്പെടുത്തുന്ന ശുശ്രൂഷ. പഴയ നിയമത്തിൻ്റെ ശുശ്രൂഷയ്ക്കെന്ന് പറഞ്ഞാൽ ഒരുപാട് അതിരുകളാണ്, ഒരുപാട് പരിധികളാണ്. അതായത് പഴയ നിയമ ശുശ്രൂഷ പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലത്തേക്ക് മഹാപുരോഹിതൻ, വിശുദ്ധ സ്ഥലത്ത് പുരോഹിതന്മാർ, പ്രാകാരത്തിൽ സാധാ വിശ്വാസി. ജാതികൾക്ക് പുറത്തെ പ്രാകാരം ജാതികൾക്ക്, അകത്തെ പ്രാകാരത്തിൽ വിശ്വാസി, വിശുദ്ധ സ്ഥലത്ത് പുരോഹിതന്മാർ, അതിപരിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതൻ. അതും ആണ്ടിലൊരിക്കൽ വരുമ്പോൾ തന്നെ ഒരു ഇടക്കെട്ടിട്ട് പുറത്തോട്ടിട്ടിരിക്കും. അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ മണികളൊട്ട് ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇങ്ങനെ അനങ്ങുമ്പം മണിയുടെ ശബ്ദം കേൾക്കുമ്പോൾ അറിയാം ആൾ ചത്തിട്ടില്ല, ജീവനോടുണ്ട്. ഇനി ഇതെങ്ങാനും ഇല്ലാതായാൽ വലിച്ചു താഴോട്ട് കൊണ്ടുപോകുക. ഇതാണ് അതിപരിശുദ്ധ സ്ഥലത്തെ അവസ്ഥ. അതിപരിശുദ്ധ സ്ഥലത്താണ് നിയമപ്പെട്ടകം ഇരിക്കുന്നു. നിയമപ്പെട്ടകത്തിന്റെ മുകൾ ഭാഗത്ത് ഒരു കെരൂബ് ചിറക് വിടർത്തുന്ന 2 കെരൂബുകൾ. അതിന്റെ നടുവിലുള്ള പ്രതലത്തിന്റെ പേരാണ് കൃപാസനം. അപ്പൊ ഈ കൃപാസനത്തിൽ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ യാഗരക്തം, സ്വന്തം പാപം, ജനത്തിന്റെ പാപം, ഈ 2 പാപത്തിനും ഈ യാഗരക്തവുമായി ഇവിടെ വരെ വന്ന് തളിച്ചു മാറിന്നോണം. തുടരുത്, തളിച്ചിട്ട് മാറി അങ്ങ് നിന്നാൽ മതി. ഇതാ മഹാപുരോഹിതന്റെ പഴയ നിയമ കാലഘട്ടം. ഇവിടെ ഇറങ്ങുന്നതാണ് ദൈവത്തിൻ്റെ ഷെഖേന ഗ്ലോറി. ഇവിടെ ഇറങ്ങുന്നത് കൃപാസനം. അപ്പൊ പുതിയ നിയമത്തിൽ വന്നപ്പോൾ റേഞ്ച് മാറി. എന്താണെന്നറിയാമോ? ധൈര്യത്തോടെ കൃപാസനത്തോളം അടുത്തിയല്ല. എപ്പോഴാ? തക്ക സമയത്ത്, എപ്പോ വേണേലും. ഇത് ആണ്ടിലൊരിക്കലല്ല. അപ്പൊ ഇപ്പൊ നീ ഇരിക്കുന്നത് എവിടെ? കൃപാസനത്തിലാ. ഷെഖേന ഇറങ്ങി വസിക്കുന്ന ഇടത്തിരിക്കുന്ന നീ ഇന്ന് അവന്റെ പുരോഹിതനെന്ന് പറയുമ്പോൾ അതിന്റെ റേഞ്ച് പിടികിട്ടുന്നുണ്ടോ? ആ പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവത്താൽ വിളിക്കപ്പെട്ടവരറിയണം. ഇവിടെ ഉപയോഗിച്ച പദം പൗലോസ് പറയാണ്, ആ പുരോഹിത ശുശ്രൂഷയിൽ 5 വിധ കൂട്ടമാണ്. അപ്പോസ്തലൻ, പ്രവാചകൻ, ഇടയൻ, ഉപദേഷ്ടാവ്, സുവിശേഷകൻ. 5 കൂട്ടമുള്ളൂ. 6ാമതൊരു കൂട്ടമില്ല. സ്വർഗത്തിൽ ലഭ്യമാകാൻ പോകുന്ന റിവാർഡുകളെല്ലാം ഈ 5 കൂട്ടത്തോട് ബന്ധപ്പെട്ട. മുഖം പാടിയല്ലോ. ഇവിടുന്ന് നമ്മളെല്ലാം അങ്ങേ കരയിൽ ചെല്ലുമ്പോഴേ 5 കൂട്ടത്തോട് ബന്ധപ്പെട്ടാണ് പ്രവർത്തികൾ. പ്രവർത്തിക്കാണ് പ്രതിഫലം. പ്രവർത്തിക്ക് പ്രതിഫലമെങ്കിൽ ഈ 5 കൂട്ടത്തിലേതോ ഒന്നായിട്ടാ വിളിച്ചേ. ഇതിനാ പ്രതിഫലമുള്ളത്. അതാണ് നമ്മളെന്തോ ചെയ്തു പ്രവൃത്തി. ഞങ്ങൾ സ്തോത്രമായിട്ട് കിട്ടും, അത് ഇതിനകത്ത് വരുന്ന ഒന്നുമല്ല. ഞങ്ങൾ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയി, അത് ഇത് വരുന്നതല്ല. കൺവെൻഷൻ ഇത് വരുന്നതല്ല. ഇത് വരണമെങ്കിൽ അപ്പോസ്തോലിക ശുശ്രൂഷയുണ്ട്, ഇടയ ശുശ്രൂഷയുണ്ട്, ഉപദേഷ്ടാവിൻ്റെ ശുശ്രൂഷ, പ്രവാചക ശുശ്രൂഷ, പിന്നൊന്ന് സുവിശേഷകൻ. അപ്പോൾ സുവിശേഷം പറയണം. അപ്പോൾ ഈ 5 വിധ ശുശ്രൂഷകളിൽ ഏതോ ഒന്നുണ്ട്. അത് ചെയ്താലേ ഉള്ളൂ അവിടെ കൃപാട്. അല്ലെങ്കിൽ എൻ്റെ പ്രിയരെ, ഞാനൊന്ന് തുറന്ന് ചോദിക്കട്ടെ, കോടാകൂടി വിശുദ്ധർ അണിനിരങ്ങുന്ന പ്രൗഢഗംഭീരമായ വേദിയിൽ നിങ്ങളെ പേര് വിളിച്ച് കയറ്റിയിട്ട് ഒന്നുമില്ല പൊക്കോളാൻ പറഞ്ഞ് നിങ്ങൾക്ക് എന്തു തോന്നുന്നേ? ഇത്രയും തന്നെ ഇപ്പോൾ ഈ ആലയം ഏറെക്കുറെയൊക്കെ സഹോദരിമാരുടെ ഭാഗം ഫുള്ളാണ്. ഇനി ഞായറാഴ്ചയാകുമ്പോൾ ഇത് ഫുൾ നിറയും. ഇത്രയും വലിയ ക്രൗഡിൽ നിങ്ങളെ ഫ്രണ്ടിലോട്ട് രാഴ്ചാൻ വിളിച്ചു, വന്നാട്ടെ സഹോദരി വന്ന് കയറിയുന്നു. ഇപ്പം നമ്മുടെ സഹോദരി വരുന്നുണ്ട്, പുള്ളിക്കാരിക്ക് നമ്മളൊരു സമ്മാനം കൊടുക്കാൻ പോവുക എന്നും പറഞ്ഞ് വിളിച്ചു. ഫ്രണ്ടിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു, അയ്യോ ആൾ മാറിപ്പോയി, സമ്മാനമില്ല.
അല്ലാന്താ? ഇല്ല, ഒന്നുമില്ല, നിങ്ങൾ ഒന്നുമില്ല. നിങ്ങൾ പറയത്തില്ല എന്തൊരു നാണം കെട്ട പരിപാടിയായിരുന്നു. അങ്കിളെന്തിനാ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ച്? എന്നാൽ പിന്നെ പറഞ്ഞുകൂടായിരുന്നു അവിടെ തന്നെ ഇരുന്നോളാൻ. ഇങ്ങനെ കോടാകോടി വിശുദ്ധർ അണിനിരക്കുന്ന ഇന്ന് മനുഷ്യവാസമുള്ള 5 ഭൂഖണ്ഡങ്ങളിലെ വിശുദ്ധന്മാരുടെ നടുവിൽ നമ്മളെ പേര് വിളിച്ച് കയറ്റി നിർത്തിയിട്ട് ചോദിക്കും എവിടുന്നാണ് വരുന്നത്? തിരുവല്ല പ്രയർ സെൻ്ററിൽ നിന്നാ? ഒന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ചോദിക്കുക ഇതിനെ പിന്നെ എന്തിനാ സ്റ്റേജിൽ കയറ്റിയേ? നാണം കേടാണേ. അതുകൊണ്ട് ഒരു കാര്യം, വല്ലതും ചെയ്തിട്ട് അവിടെ പോണേ. അയ്യോ നാണം കേടാ. ഒന്നാമതേ ഇവിടെ നാണം കെട്ടില്ലയോ, ഇനി അവിടെ നാണം കെടാനാണോ പ്ലാന്? തീരുമാനമെടുക്ക്. അങ്ങേ കരയിൽ ചെന്ന് നിൽക്കുമ്പോൾ 5 വിധ ശുശ്രൂഷയിൽ ഒന്നേലും അധികമൊന്നും വേണ്ട. നിങ്ങൾ തീരുമാനമെടുക്ക്. നിങ്ങൾക്ക് ഏറ്റവും ബന്ധമുള്ള എല്ലാ വ്യക്തികൾക്കും 7 കുടുംബവുമായി അടുത്ത ബന്ധമുണ്ട്. എല്ലാവർക്കും ഒരു ബന്ധവും ഇല്ലെന്ന് പറയുന്നവർക്കും 7 വീട്ടുകാർക്ക് ആയിട്ട് ബന്ധമുണ്ട്. അങ്ങനെയുള്ള നിങ്ങൾ 7 വീട്ടുകാരുടെ പേരെഴുതി വെച്ച് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ച് കർത്താവുണ്ട്, കർത്താവ് ഒരെണ്ണത്തേലും തരണേന്ന്. ഒരെണ്ണത്തേലും തന്നാൽ കിരീടം ഒരെണ്ണയിലും കിട്ടും. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ നാണം കെട്ട് അതിലെ ചെരുപ്പുമില്ല. ഒന്ന് ചിന്തിച്ച് നോക്കും. 1ഉം 2ഉം അല്ല കേട്ടോ. 7 കൊല്ലം അത് മണിയറവാസം, 1000 കൊല്ലം ഇവിടെ 1000 ആണ്ട് വായിച്ച, ഇത് കഴിഞ്ഞ് നിത്യത. ഇത് മൊത്തം ഇതാ ഗതി. ഒരാളെയെങ്കിലും നേടണം. ഒരാളോടെങ്കിലും സുവിശേഷം പറഞ്ഞിരിക്കണം. ആ ആളുമായിട്ട് അങ്ങേ കരയിൽ ചെല്ലണം. അവിടെ ചെന്ന് കഴിയുമ്പോൾ അഭിമാനത്തോടെ നിൽക്കാം, സുവിശേഷകൻ എന്നതെങ്കിലും ചെയ്തു. അതുകൊണ്ട് ഈ 5 വിധത്തിലാണ് ശുശ്രൂഷയെങ്കിൽ, പുതിയ നിയമത്തിൻ്റെ ദൗത്യം നിന്നെ വിളിച്ചത് പുരോഹിത ശുശ്രൂഷയ്ക്കാണെങ്കിൽ, ഈ 5 വിധത്തിൽ ശുശ്രൂഷ ഉണ്ടെങ്കിൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു ഗൗരവമായ വാക്ക് കണ്ടോ. അവൻ ചിലരെ നിയമിച്ചിരിക്കുന്നു. ആ വാക്ക് കണ്ടോ? അങ്ങനല്ലേ 4:11 ആരംഭവും അവസാനവും. അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ സുവിശേഷകന്മാരായി, ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. ഇനി ആ വാക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. അവൻ നിയമിച്ചിരിക്കുന്നു. കണ്ടോ? ആ വാക്ക് കണ്ടോ? ഓരോ വ്യക്തികളെയും കുറിച്ചുള്ള പദമാണ് അവൻ നിയമിച്ചിരിക്കുന്നു. ഇനി അടുത്തിരിക്കുന്ന കഥ എന്ന് പറഞ്ഞു കൊടുത്ത് ദൈവം നിയമിച്ചിരിക്കുന്നു. അതാണ് നമ്മളിന്ന് മനസ്സിലാക്കേണ്ടത്. വിളിക്ക് യോഗ്യമാണ് നടക്കാൻ പോവുകയാണ്. അവൻ നിയമിച്ചിരിക്കുന്നു. ആരെക്കുറിച്ചാ? നിന്നെക്കുറിച്ച് അവൻ നിയമിച്ചിരിക്കുന്നു. അവിടെ ആ വാക്ക് നിയമിച്ചിരിക്കുന്നു എന്ന പദത്തെ നിയമനം ഡിഡോമി, ഗ്രീക്കിൽ ഡിഡോമി എന്നൊരു വാക്കാണ്. ആ ഡിഡോമി എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന അർത്ഥം മെയ്ക്ക് എന്ന, മെയ്ക്ക്, ഉണ്ടാക്കുക. അപ്പൊ ശ്രദ്ധിച്ചോ, അവൻ നിയമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഡിഡോമി എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? അടിസ്ഥാനപരമായ ഒരു വസ്തുവിനെ അതിനെ ഉരുക്കിയെടുത്ത് മറ്റൊരു രൂപത്തിലേക്ക് മോൾഡ് ചെയ്ത് മാറ്റുന്ന പ്രക്രിയയാണ് ഡിഡോമി എങ്കിൽ, ഒരടിസ്ഥാന വസ്തുവിനെ രൂപം മാറ്റി അതിനെ മറ്റൊരു ഭാവത്തിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണെങ്കിൽ, നിന്നെ അവൻ നിയമിച്ചാക്കുന്നെന്ന് പറയുമ്പോഴേ നീ എന്ന വ്യക്തിയെ അവൻ പുരോഹിതൻ എന്ന് പറഞ്ഞ് വിളിച്ചെങ്കിൽ അവൻ നിയമിച്ചാക്കുന്നതിൻ്റെ അർത്ഥം പിടികിട്ടണം. അവൻ നിന്നെ മെനയുന്നുണ്ട്. അതെന്തിനാണെന്ന് നീ അറിയുന്നില്ല. ഇതുവരെ പലരും തിരിച്ചറിയുന്നില്ല. അവൻ ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പം അവൻ നിയമിച്ചാക്കുക. എങ്ങനെയെന്നറിയാമോ? നിന്നെ കുറിച്ച് ഈ 5 വിധ ശുശ്രൂഷയിൽ എന്തോ ഒന്ന് അവൻ്റെ പ്ലാനിലുണ്ട്. പക്ഷെ നിന്നെ അവന് കൊള്ളുകയില്ല. അതായത് നിങ്ങളുടെ പ്രാകൃത ജീവിതവും ശൈലിയും സ്വഭാവവും പഠിപ്പും കൊണ്ടൊന്നും ഈ 5 വിധത്തിലും സൂട്ടാകുകയില്ല. പക്ഷെ അവൻ ചെയ്യുന്നത് അവനതിനെ മേക്ക് ചെയ്യുക. ഞാൻ ഒന്നുകൂടെ ലളിതമായി പറയാം. നമ്മുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. അതിൻ്റെ അർത്ഥം നമ്മുടെ കർത്താവിനെ കഷ്ടതയിലൂടെ തികഞ്ഞവനാക്കി എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? ഒരാത്മീയൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന വലിയൊരു പദ്ധതി, ഒരാത്മീയൻ അവനെ ആ നിലയിൽ ഇരുന്നാൽ ഉപയോഗപ്രദമല്ല. അവൻ സാധാ വിശ്വാസിയാ.
പക്ഷേ 5 വിധ ശുശ്രൂഷയിലേക്ക് അവനെ മോൾഡ് ചെയ്യുന്ന ഒരു ദൈവിക ഇടപെടൽ, അത് കഷ്ടതയിലൂടെ വെളിപ്പെടുന്നത്. ഞാൻ ഒരിക്കൽ കൂടെ വാക്ക് ആവർത്തിക്കുക. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ടു മേക്ക് എന്ന പദത്തെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ തിരുവെഴുത്തിൽ നിരവധി ഇടത്തുണ്ട്. അതായത് 43 ശയ്യാ പ്രവാചക പുസ്തകത്തിലുണ്ട്, പുഴുവായ യാക്കോബേ, നിന്നെ നിർമ്മിച്ചവനും നിന്നെ സൃഷ്ടിച്ചവനുമായ യഹോവ അരുളി ചെയ്യുന്നത്. നീ ആരാ ഇപ്പം? പുഴുവ. പക്ഷേ നീ ഒരു കാര്യം പറയണം, പുഴുവായ നിന്നെ നിർമ്മിച്ചവനും നിന്നെ സൃഷ്ടിച്ചവനും നിന്നെ ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ. ആ വാക്ക് നിങ്ങളൊന്ന് ഒന്ന് പറയാമോ? പുഴുവായ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും നിന്നെ നിർമ്മിച്ചവനും. ഒരിക്കൽ കൂടെ, പുഴുവായ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനും. അതിൻ്റെ അർത്ഥം യാക്കോബ് എന്ന പുഴു ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. എന്നാൽ യാക്കോബിന് ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ഇസ്രായേൽ എന്നത് ദൈവത്തിൻ്റെ നിർമ്മിതിയാണ്. എത്ര പേർക്ക് പിടികിട്ടി? ഞാൻ ആ വാക്ക് ഒരിക്കൽ കൂടെ ആവർത്തിക്കുകയാണ്. യാക്കോബ് അമ്മയുടെ ഗർഭപാത്രത്തിൽ സൃഷ്ടിക്കപ്പെടുകയാണ്. അത് യാബോക്ക് കടവ് വരെ അവൻ പുഴുവായ യാക്കോബ. അവന്റെ ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും പുഴുവായ യാക്കോബ. എന്നാൽ ഈ യാബോക്കിൽ പറയുന്നത്, ഇനി നീ യാക്കോബല്ല, നീ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുമെന്ന്. ഇതുവരെ നീ പുഴുവായിരുന്നു, ഇനി ഏതാ ഈ യാബോക്ക് കടവിന് മുൻപ് നീ പുഴുവായിരുന്നു. യാബോക്ക് കടവ് കഴിയുമ്പോൾ നീ പുഴുവല്ല, നീ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുമെങ്കിൽ ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്. യാബോക്ക് കടവിന് മുൻപ് പുഴുവായിരുന്നവനെ യാബോക്ക് കടവിൽ വെച്ച് സ്വർഗം ഇസ്രായേലാക്കി നിർമ്മിച്ചെടുത്തെങ്കിൽ ഇന്ന് പകൽ ദൈവം പറയുന്നത്, നിനക്ക് ഇന്നലകളുണ്ട്. ഇന്നലെ വരെയുള്ള നിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമാണെങ്കിൽ, നിന്റെ സൃഷ്ടിയുടെ ഭാഗമാണെങ്കിൽ, ഇന്ന് കഷ്ടതയുടെ ചൂളക്കകത്ത്, കഷ്ടതയുടെ നെരുപ്പോടിനകത്ത് അവൻ നിന്നെ രൂപമാറ്റം വരുത്തി. ഇന്ന് പകൽ അതൂത് ചില വ്യക്തികളോടുള്ള കൈമാറ്റമാണ്. ഇന്ന് പകൽക്കാലം നീ മനസ്സിലാക്ക്, നീ അനുഭവിക്കുന്ന പ്രതികൂലത്തിന്റെ മറവിൽ, നീ അനുഭവിക്കുന്ന വെല്ലുവിളിയുടെ മറവിൽ ദൈവത്തിന് ഒരു നിർമ്മിതി നടക്കുക, ഒരു നിർമ്മാണം നടക്കുക. അവൻ നിന്നെ രൂപമാറ്റം വരുത്തുക. ജീവിതത്തിൽ അനുഭവിക്കുന്ന ചില പ്രതികൂലങ്ങളും ചില പ്രതിസന്ധികളും കണ്ടിട്ട് പലരുടെയും ചോദ്യം, എന്തുകൊണ്ട് ഇത് വന്നു, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ വരുന്നു, എന്താ എൻ്റെ ജീവിതത്തിൽ ഇത്രത്തോളം ഈ പ്രതിസന്ധി ഉണ്ടായത്? സ്വർഗം പറയുന്നത്, നിന്റെ അടിസ്ഥാന ഘടകത്തെ ഒന്ന് ചേഞ്ച് ചെയ്ത് എൻ്റെ പദ്ധതിയിലെ മോൾഡിലേക്ക് നിന്നെ ഒഴിക്കാനാ ഒരുക്കുന്നത്. പിടികിട്ടുന്നുണ്ടോ? കൂടിയ ചൂടിൽ നമ്മൾ ഈ കാണുന്ന ഈ ഗ്ലാസും നല്ല സെറാമിക്കും പാത്രങ്ങളുമൊക്കെ അങ്ങനെ ഉണ്ടായി വരുന്നതാണോ? അല്ല. ഇതിൻ്റെ അടിസ്ഥാന ഘടകത്തെ കൂടിയ ചൂടിൽ ഉരുക്കിയെടുത്ത് അതിനുവേണ്ടി തയ്യാറാക്കിയ മോൾഡിലേക്ക് പകർന്നിട്ട മനോഹര രൂപമാകുന്നതെങ്കിൽ നീ എന്ന അടിസ്ഥാന ഘടകത്തെ കഷ്ടതയുടെ ചൂളയ്ക്കകത്ത് അവൻ ഉരുക്കുന്നത് എന്തിനാണെന്നറിയാമോ? അവന്റെ പദ്ധതിയിൽ, അവന്റെ പ്ലാനിലേക്ക്, അവന്റെ ഹിതത്തിലേക്ക് നിന്നെ ഒലിക്കൊഴിപ്പിക്കാന് ഇന്ന് പകൽ മനസ്സിലാക്കി തീരുമാനമെടുക്ക്. പരിശുദ്ധാത്മാവ് ഒന്നിലധികം കുടുംബങ്ങളോട് പ്രവചിക്കുക. ഇന്ന് പകൽ വ്യക്തമായി ഇടപെടുന്നത്, നീ അനുഭവിക്കുന്ന കഷ്ടതയുടെ മറവിൽ ഒരു ദൈവകരമുണ്ട്. നിന്നെ ഉരുക്കുന്നത് അടുത്തൊരു മോൾഡിലേക്ക് നിന്നെ പകരാന്. അവന്റെ പ്ലാൻ, അവന്റെ പദ്ധതി, അവന്റെ വേല, അവന്റെ ശുശ്രൂഷ നിന്നിൽ വെളിപ്പെടാൻ. തീരുമാനിക്ക്, ആ തീരുമാനമെടുക്ക്. ഇന്ന് പകൽ നീ ഒന്ന് സമർപ്പിച്ചു കൊടുക്ക്. ഞാൻ തയ്യാറാ പപ്പ, ഡാഡി, ഐ വിൽ റെഡി. ഇന്ന് പകൽ ആത്മാവ് വ്യക്തികളെ വ്യക്തമായി വിവേചിച്ചിടപെടുകയാ. നീ അനുഭവിക്കുന്ന പ്രതികൂലത്തിന്റെ മറവിൽ ദൈവത്തിന് കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. ഇങ്ങനെ നീ ഒതുങ്ങിപ്പോകാനല്ല, നിന്നെ വിളിച്ച വിളിയുടെ ആഴമറിഞ്ഞ് നീ ഒന്ന് ഉണരാൻ. ആ വെളിപ്പാടിലേക്ക് ഇന്ന് കണക്ട് ആകണം. ആ ദൂതിലേക്ക് നിങ്ങൾ കണക്ട് ആകണം. നിന്നെ വിളിച്ച വിളി
പ്രതിസന്ധിയിൽ കിടക്കാനുള്ള മഹത്വം ചുമക്കുന്ന പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് അതിനുവേണ്ടി അവൻ നിന്നെ കൂടിയ ചൂടിൽ ഒരുക്കുന്നത് നിനക്ക് പറ്റിയൊരു മോൾഡ് തയ്യാറാക്കിയിട്ടുണ്ട്, അതിലേക്ക് പകരാനാണെന്ന്. ഹോളി സ്പിരിറ്റ്. യാക്കോബിനെ പുഴുവായി അവനെ ഇസ്രായേൽ എന്ന് പണിതത് യാബോക്കിലാണെങ്കിൽ ഒന്നോർക്കണം, യാബോക്കിൽ അങ്ങനെ ഒരു പണി നടത്താൻ എൻ്റെ ദൈവം ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മയും അങ്ങനെ ചില യാബോക്കിലിട്ട് പണിയുന്നുണ്ട്. യാബോക്കിലിട്ട് പണിയുമ്പോൾ യാബോക്കിലിട്ട എല്ലാത്തിനെയും പണിയുന്നത്. യാബോക്കിൻ്റെ ഒരു പ്രത്യേകത, യാക്കോബ് തനിക്കുള്ളതെല്ലാം അക്കരെ കടത്തി തനിയെ ശേഷിച്ചു. അപ്പം ആരുമില്ലാതെ തനിയെ ശേഷിക്കുന്നെങ്കിൽ ഓർത്തോണം, അവൻ ഉരുക്കുക ഇവിടുന്ന് ഒരു പുതിയ പാത്രമായി പുറത്തു വരും. ചില ഏകാന്തതകൾ വേട്ടയാടുന്നവരുണ്ട്, ആരുമില്ലെന്നൊരു തോന്നലകത്ത് പുകയുന്നുണ്ട്. സഭയിൽ ഒറ്റപ്പെടൽ, ആത്മീയ മേഖലയിൽ ഒറ്റപ്പെടൽ, കുടുംബജീവിതത്തിൽ ഒറ്റപ്പെടൽ, ബന്ധുക്കളിൽ ഒരു ഒറ്റപ്പെടൽ, സൗഹൃദ വലയത്തിൽ ഒരു ഒറ്റപ്പെടൽ, അത് നിന്നെ വല്ലാതെ നിരാശപ്പെടുത്തുമ്പോൾ സ്വർഗം പറയുന്ന ദൂതെന്താണെന്നറിയാമോ? ഇത് യാബോക്കാണ്. ഈ യാബോക്കിൽ നിന്നെ പുഴുവായ നിന്നെ ഇസ്രായേലെന്ന് മാറ്റിമറിക്കാനുള്ള എൻ്റെ പദ്ധതിയാണ്. അങ്ങനെ ഞാൻ നിന്നെ ഒന്ന് പണിതെടുക്കുക. ഇന്ന് മുതൽ ദൈവം നിന്നെ ഉരുക്കുന്നത് പുതിയ പേര് തരാൻ, ഒരു പുതിയ ദൗത്യം തരാൻ, ഒരു പുതിയ ശുശ്രൂഷ തരാൻ, ഒരു പുതിയ വാഗ്ദത്തം തരാൻ. ഇന്ന് പകൽ ആത്മാവിൽ